എന്നോടൊപ്പം ശ്രീ വി ഗോപാലകൃഷ്ണൻ IPS AG റിട്ടയർഡ്. സ്വാഗതം സർ. വന്ദേ മാതരം. സർ, ഏറ്റവും ഒരു ഗുരുതരമായ ഒരു പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നുവെന്ന് തോന്നുന്ന തരത്തിലൊരു വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ എല്ലാവരും നിരീക്ഷിക്കുന്നത്, ലോക വാർത്തകൾ നിരീക്ഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ട്രംപിന്റെയും പുട്ടിന്റെയും ഈ ഒരു ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡ്, അതാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു വാർത്തകളിൽ തന്നെ. അതായത് ഏറ്റവും പവർഫുൾ ആയുള്ള രണ്ട് നേതാക്കൾ, പക്ഷേ അവരുടെ രണ്ട് പേരുടെയും സമീപനങ്ങൾ, പ്രത്യേകിച്ച് ഈ ഒരു യുദ്ധ കാര്യങ്ങൾ, ഇപ്പോൾ റഷ്യക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു, അതിനോടുള്ള പുട്ടിന്റെ സമീപനം, ട്രംപിനെ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു പ്രസക്തി ഇല്ലായ്മ, ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഇവരുടെ നേരത്തെ പറയുന്നത് ഇവരുടെ ശക്തികൾ ക്ഷയിച്ചോ, ഇവരെ മാത്രമല്ല ഇവിടെ സാറിന്റെ ഒരു അറിവ് വെച്ച് സാർ പറയുകയാണ് ഒരു വധശ്രമത്തിന് വരെ ചാൻസ് ഉണ്ട് എന്ന തരത്തിലുള്ള രീതിയിലേക്ക് ചർച്ചകൾ കടന്നിരിക്കുന്നു. എന്താണ് ഇവർക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ശരത്ത് ഓർക്കുന്നുണ്ടായിരിക്കും, ഫെബ്രുവരിയിലാണോ മാർച്ചിലാണോ, ഫെബ്രുവരി 20 ശേഷം, ട്രംപ് ചാർജ് എടുത്ത ശേഷം, ഫെബ്രുവരി തന്നെ എടുത്ത ശേഷം, ഈ ഇംഗ്ലണ്ടിൻ്റെ പ്രധാനമന്ത്രി സ്റ്റാമർ അങ്ങേരെ ഇടിച്ച്, പിന്നെ സ്റ്റാമറും കനേഡിയൻ ട്രൂഡോയും പിന്നെ വേറെ ഒരു ലീഡറും, ഞങ്ങൾ മൂന്നുപേരും കൂടെ ഒരുമിച്ച് വരാമെന്ന് പറഞ്ഞു ട്രംപിൻ്റെ. ട്രംപ് പച്ചയായിട്ട് പറഞ്ഞു അത് വേണ്ട, ഇപ്പോൾ വരണ്ട, ഇപ്പം നിങ്ങൾ വിളിച്ചില്ല എന്നാണ് എൻ്റെ ഓർമ്മ. സ്വയറിംഗ് സെറമണിക്ക് സ്റ്റാമറെ വിളിച്ചില്ല, പലരെയും വിളിച്ചില്ല, ചിലരെ വിളിച്ചു. ഷീ ജിൻപിങ്ങിനെ വിളിച്ചു. അങ്ങനെ പോകില്ല എന്നറിയാം, പക്ഷെ അത് വിളിച്ചു. അത് മനഃപൂർവ്വം ചെയ്തതാണ്. ഒരു ലാക്കുണ്ട്, ഈ ട്രംപ് ഇത് ചെയ്തതിൽ ഒരു ലാക്കുണ്ട്, ലക്ഷ്യമുണ്ട്. സ്റ്റാമറെ ഇഷ്ടമല്ല ട്രംപിന്. അപ്പോൾ ഈ സ്റ്റാമറും ഡെമോക്രാറ്റ്സും തമ്മിലുള്ള ബന്ധം എന്താണ്, അവർ തമ്മിലുള്ള അന്തർധാര എന്താണ് എന്നൊക്കെ ട്രംപിന് നന്നായിട്ട് അറിയാം. അപ്പം ഈ സ്റ്റാമറ് താല്പര്യമില്ല. അതുപോലെ UK പല ലീഡേഴ്സിനോടും ഇത് ട്രംപിന് താല്പര്യമില്ല. ബിക്കോസ് he suspects that they have an under deal with the Democrats. അപ്പോൾ ഡെമോക്രാറ്റ്സ് ഇദ്ദേഹത്തിൻ്റെ ശത്രുക്കളാണല്ലോ. അപ്പം ഈ സ്റ്റാമർ അവസാനം ഒറ്റയ്ക്ക് വന്നുകൊണ്ട്, ഞാൻ ആ സീനാണ് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നത്. സ്റ്റാമർ വന്ന് ട്രംപ് ഒരു പ്രത്യേക രീതിയിൽ ഒരു കസേര ഇട്ടിരുന്ന് മറ്റേ സെലൻസ്കി എടുത്ത് സംസാരിച്ച അതേപോലെ സ്റ്റാമർ എടുത്ത് സംസാരിച്ചത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഈ പിന്നെ ഇത് ഒരു രാജ്യത്തിൻ്റെ, അതും UK പോലുള്ള ഒരു രാജ്യത്തിൻ്റെ ഹെഡിനെ ഇതിനു മുൻപ് എനിക്ക് ഓർമ്മയില്ല ഇങ്ങനെ അപമാനിച്ചത് പരസ്യമായിട്ട്. എപ്പോഴും ഈ UK എന്ന് പറയുന്നത് നമ്മുടെ ബ്രദേഴ്സാണ് എന്ന് ഒരു അമേരിക്കൻസിനും ഒരു UK അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫീലിംഗ് ഉണ്ട്. ഈ അപ്പോൾ ഈ സ്റ്റാമർ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇയാൾ എന്തെന്നോ പറഞ്ഞു, ട്രംപിന് ഇഷ്ടപ്പെടാത്ത. അപ്പം ട്രംപ് തിരിച്ച് സ്റ്റാമറടുത്തൊരു ചോദ്യം ചോദിക്കുന്നു. ആ വീഡിയോ ഇപ്പോഴും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ദെൻ യു ഡു വൺ തിങ്, യു ടേക്ക് ഓൺ റഷ്യ സിംഗിൾ ഹാൻഡഡ്ലി, കാണ്ട് യു എന്നാണ് ട്രംപ് ചോദിച്ചത്. അപ്പോൾ ഇയാൾ ഈ കഴുത ചിരിക്കുമ്പോൾ ഇരുന്ന് ഇയാൾ ചോദിക്കുമെന്ന് വിചാരിച്ചില്ല. ലോകം മുഴുവൻ കാണുകയാണ്. ഇയാളൊരു വിഡ്ഢി ചിരിയും ചിരിച്ച് സ്റ്റാമർ ഇരിക്കുന്ന കണ്ടു. ഞാൻ അപ്പം മനസ്സിൽ വിചാരിച്ചു, ട്രംപിന് പണി വരാൻ സാധ്യതയുണ്ട്. ഇപ്പം ട്രംപ് ഇരിക്കുന്ന പൊസിഷനും ഞാൻ ഇങ്ങനെ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന അതൊന്നും ഒരുപാട് വ്യത്യാസമുണ്ട്. അദ്ദേഹത്തിന് എന്നെക്കാളും എല്ലാ ലോകത്തിലും എന്താണ് ഈ ഒരു ഇലയാണെങ്കിൽ അറിയാൻ സംവിധാനമുള്ള രാജ്യത്തിൻ്റെ ഹെഡ്, ദ മോസ്റ്റ് പവർഫുൾ മാൻ ഇൻ ദ വേൾഡ് പുട്ടിനല്ല, ഇദ്ദേഹമാണ്, ട്രംപ് തന്നെയാണ്. എന്നിട്ടും അദ്ദേഹം അങ്ങനെ ചോദിച്ചു, മനഃപൂർവ്വം ചോദിച്ചതല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മനഃപൂർവ്വം ചോദിച്ചത് തന്നെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇയാൾക്ക് പണി വരുന്നുണ്ട്. അപ്പം ഈ പണി ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ശരത്ത് ശ്രദ്ധിച്ചാണ് ഈ ട്രംപ് വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ വിടാം. ഈവൻ ഇന്ത്യയെ പ്രകീർത്തിച്ച് പറഞ്ഞു, ബംഗ്ലാദേശ് നിങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് ആദ്യത്തെ മോഡിജി ചെന്നപ്പം ആദ്യത്തെ ഫെബ്രുവരിയിലാണെന്ന് തോന്നുന്നു, ലാസ്റ്റ് വീക്ക് അത് പറഞ്ഞു. അദ്ദേഹം പിന്നെ പുട്ടിനുമായിട്ട് ഞാൻ അധികാരത്തിൽ വരികയാണെങ്കിൽ ഒറ്റ മാസം കൊണ്ട് ഞാൻ ഒപ്പിടുന്നു. ഇതൊന്നും നടന്നില്ല അതിന് ശേഷം. അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഞാൻ മാത്രമല്ല
അതിൻ്റെ റിപ്പോർട്ട്സുകളൊക്കെ പലയിടത്തുമൊക്കെ പല പത്രങ്ങളിലും പല രാജ്യങ്ങളിലും വരുന്നുണ്ട്. ഒറ്റയ്ക്കും കൂട്ടായിട്ടുമൊക്കെ. അപ്പോൾ അതെല്ലാം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവേണ്ടത് ഈ MI6 ഒരു ഭയങ്കര ഭീകര സംഘടനയാണ്. ഈവൻ CIA പോലും CIA MI6 ഏകദേശം ഒരുപോലെയാണ് പ്രവൃത്തിയെങ്കിലും ഈ പിന്നെ CIA അവർക്ക് താല്പര്യമുള്ള രാജ്യത്തോട്, അമേരിക്കയ്ക്ക് താല്പര്യമുള്ള രാജ്യത്തോട് അവർ വളരെ ഒരു മൃദു സമീപനമാണ് അവർ ഉപയോഗിച്ചത്. ഇത്ര കട്ട്രോട്ടല്ല MI6 വല്ല. MI6 എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഒരു ഭീകര സംഘടനയാണെന്ന് തന്നെ പറയും. കാര്യം പറഞ്ഞാൽ അവർ ചെയ്ത ലോകത്തിലെ ഏറ്റവും വലിയ, എല്ലാവരും ഹിറ്റ്ലറെയാണ് പറയുന്നത്. ഹിറ്റ്ലർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. ഹിറ്റ്ലർ സമ്മതിച്ചു 60 ലക്ഷം ജ്യൂസിനെ കൊന്നത് ഹീനസ് ക്രൈമാണ്, സമ്മതിച്ചു. പക്ഷെ അതിനേക്കാളുമൊക്കെ ഭയങ്കരമായ സംഗതികളാണ് ഈ MI6 നമ്മുടെ രാജ്യത്തെ വിഭജിച്ച് നമ്മളെ ഈ ഗതിയാക്കിയത്. ഞാൻ പല ആവർത്തി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയും. ഇന്ത്യ പാകിസ്ഥാൻ ഉണ്ടാക്കിയത് MI6 ആണ്, അതിനൊരു സംശയമില്ല. മാത്രമല്ല ഉണ്ടാക്കിയത് പോട്ടെ, ഞാൻ ഈ MI6ൻ്റെ ആ പവർ ഞാൻ കാണിക്കാനായിട്ട് പറയുന്നതാണ്. ശരി, ബംഗ്ലാദേശിനെ അട്ടിമറിച്ച്, ഷെയ്ഖ് ഹസീനെ അട്ടിമറിച്ച് CIA മറ്റേ ഈ അപ്പൂപ്പിനെ കൊണ്ടുവന്നു, യൂനിസിനെ കൊണ്ടുവന്നു. ശരി, അത് അവിടെ തീർന്നെന്ന് വയ്ക്കുക. ഇവരങ്ങനെയല്ല ചെയ്തത്. MI6 അടുത്ത പ്രസിഡന്റ്, അടുത്ത പ്രധാനമന്ത്രി, അടുത്ത മിലിറ്ററി ജനറൽസ്, ഈ ഇന്ത്യയും പാകിസ്ഥാനും സ്വതന്ത്രമായ ശേഷം ആരൊക്കെ വേണമെന്ന് തീരുമാനിച്ചത് വരെ MI6 ആണ്. പാകിസ്ഥാൻ, അതായത് കാശ്മീർ പിടിച്ചടക്കുന്ന ആ വിഷയം വന്നപ്പം നമ്മൾ വിചാരിച്ച പോലെ അല്ലേ കാര്യങ്ങളെല്ലാം പോകുന്നതെന്ന്, ടു മേക്ക് ഇറ്റ് ഡബിൾ ഷുവർ, ഇന്ത്യ ഏകദേശം 1 വർഷം മറ്റോ 6 മാസം മറ്റോ കഴിഞ്ഞപ്പോൾ കരിയപ്പ സാറിനെ ഏൽപ്പിച്ചു, ഇന്ത്യൻ ആർമി ചീഫ്. പാകിസ്ഥാനെ ഏൽപ്പിക്കാൻ പറ്റില്ല, ബ്രിട്ടീഷുകാരാണ്. രണ്ട് നമുക്ക് മൗണ്ട് ബാറ്റനെ ഉണ്ടായിരുന്നു ഇവിടെ, അത് വൈസ്രോയി അല്ലേ. പിന്നെ ഈ അപ്പുറത്ത് ഈ അന്ന് അവർക്ക് ചീഫ് ഓഫ് ആർമി ഇതാണ്, ലെഫ്റ്റനന്റ് ജനറൽ റാങ്ക് മറ്റോ, അത് ബ്രിട്ടീഷുകാരായിരുന്നു. നമ്പർ 1 and 2 ബ്രിട്ടീഷുകാരായിരുന്നു. അപ്പോൾ ഈ കാശ്മീരിനെ അറ്റാക്ക് ചെയ്ത് പിന്നെ ഈ 55% പിടിച്ചോണ്ട് പോയതും നെഹ്റുജി മിണ്ടാതിരുന്നതും ഇതെല്ലാം MI6ൻ്റെ ഒരു പ്ലാനിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവരുടെ പർപ്പസ് സർവ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ഏകദേശം 2 വർഷത്തോളം കണ്ടിന്യൂ ചെയ്ത ശേഷമാണ് പാകിസ്ഥാനി ആർമി ജനറൽ വന്നത്, ചാർജ് എടുത്തത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബൗണ്ടറീസൊക്കെ നിശ്ചയിച്ചത് ഇതെല്ലാം MI6 ആണ്. എന്ന് പറഞ്ഞാൽ ഇവന്മാർ ഒരിക്കലും സമാധാനമായിട്ട് ജീവിക്കരുത് ഇന്ത്യയും പാകിസ്ഥാനും. എന്ന് പറഞ്ഞാൽ ദേ വെർ സ്കെയർഡ് ഓഫ് ഇന്ത്യ. പാകിസ്ഥാൻ വേണ്ട, ഇന്ത്യ പാകിസ്ഥാൻ പിന്നെ ഉണ്ടായതല്ലേ. ഇവന്മാർ ജീവിതകാലം മുഴുക്ക അടിച്ച് 100 ഇയേഴ്സിനുള്ള പണി നമുക്ക് തന്നില്ലേ. ഇങ്ങനെ ഒരു പാകിസ്ഥാൻ റോഗ് നേഷൻ, ഒരു ടെററിസ്റ്റ് നേഷൻ ഉണ്ടാക്കിയത് ഇവരും. അവരെ ഉള്ളതുകൊണ്ടാണ് ഈ നമുക്ക് ഇന്ത്യക്ക് ഗ്രഹണി പിടിച്ചതല്ലേ. ഈ പിന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഈ പാകിസ്ഥാനെ കൊണ്ടാണ് ഇവർ ചെയ്യിപ്പിക്കുന്നത്. ആ ബുദ്ധി അമേരിക്കക്കാരും ചൈനക്കാരും ഒന്നും അല്ല കണ്ടു, MI6 തന്നെയാണ്. MI6ൻ്റെ മറ്റേ ടെൻറ്റക്കിൾസ് ലോകത്തെല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ ഡിയോ ഗാർഷ്യ അവരുടെ ഐലൻഡായിരുന്നു, എന്തിനാണ് അമേരിക്കയ്ക്ക് വിട്ടുകൊടുത്തത് എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നാവണ ഇഷ്ടമല്ല. ഈ അടുത്ത കാലത്താണ് അത് ചെയ്തത്. അത് UK ഇതിലാണ്. ഇവിടുന്ന് 1300 കിലോമീറ്റർ മറ്റേ ഉള്ളൂ ഡിയോ ഗാർഷ്യയ്ക്ക്. നമുക്കൊരു പണിയാണത് അതവിടെ വെച്ചത്. കാരണം ഞാൻ US-ന് അറേബ്യൻ സീയിലും ലോകത്തെല്ലായിടത്തും US-ന് ബേസസ് ഉണ്ട്, മിലിറ്ററി ബേസസ്. ബംഗാൾ ഓഷനിലും അറേബ്യൻ സീയിലും അവർക്ക് ഇല്ല, ഇപ്പോഴും ഇല്ല. അപ്പം ഇരിക്കട്ടെ, നമ്മുടെ ഡിയോ ഗാർഷ്യ ഇവർക്ക് അതിനുള്ള ഫൈനാൻഷ്യൽ പവർ ഇല്ല UK-ക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ. അപ്പോൾ അത് US-ന് കൊടുത്തത്. അത് നമുക്കിട്ട് പണിയാനാണ്. അല്ല ഡിയോ ഗാർഷ്യ ഇരുന്നുണ്ട് അവർ വേറെ ഏത് രാജ്യത്തെ പിടിക്കാനാണ്? നമ്മുടെ പുറത്തൊരു കണ്ണ്. അപ്പോൾ ഈ MI6 എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഒരു ഭീകര സംഘടനയാണ്. ഭയങ്കരമായിട്ട് ടൈ ഒക്കെ കെട്ടി സൂട്ടൊക്കെ ഇട്ട് ഭയങ്കര സോഫിസ്റ്റിക്കേഷനായിട്ട് വന്ന് പണിയാ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പണിയുന്ന KGB-യോ ആരും ഇവരുടെ അടുത്തെത്തില്ല. ഒരുപക്ഷെ സ്റ്റാസി എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘടന, അല്ല സോറി, സ്പൈയിങ് എസ്പിയോനേജ് ഏജൻസി ആയിരുന്നു സ്റ്റാസി. ദാറ്റ് ഈസ് ഈസ്റ്റ് ജർമ്മൻ. സ്റ്റാസിയെ ഭയങ്കര പേടിയായിരുന്നു. അത് പിന്നെ ഒരു അതിഭയങ്കര ഭീകര സംഘടനയായിരുന്നെന്ന് പറയാം.
വാങ്ങാൻ. അതേസമയം ഈ MI6 അവരുടെ പ്രൈം മിനിസ്റ്ററും എക്സെപ്റ്റ് മാർഗരറ്റ് താച്ചർ ബാക്കിയുള്ള പ്രൈം മിനിസ്റ്റേഴ്സ് എല്ലാം ഇതിൻ്റെ ഒരു ഭാഗമായി മാറും. ഈ ഒരു മൊത്തം ഡീപ്പ് സ്റ്റേറ്റ് MI6ൻ്റെ കീഴിലാണ്. അപ്പോൾ MI6ന് ഈ ട്രംപിന് ഇഷ്ടമല്ല. അപ്പം അവർ അവിടെ ഇരുന്നിട്ട് ഈ ആൻറ്റി ട്രംപ് വിരുദ്ധരുണ്ടല്ലോ, അവരുമായിട്ട് കൂട്ടുപിടിച്ച് പഴയ ഡീപ്പ് സ്റ്റേറ്റ്, എനിക്ക് തോന്നുന്നത് ബിൽ ക്ലിൻ്റൺ, ഒബാമ ഇവരെല്ലാം മാറി നിൽക്കുമെങ്കിലും ഇവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിൽ ക്ലിൻ്റൻ്റെ ആളാണല്ലോ യൂനിസ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ അല്ലേ കൊണ്ടുവന്നു. അവർ പോയിട്ട് എത്ര വർഷമായി. അപ്പോൾ ഇപ്പോഴും ഈ MI6ൻ്റെയും അമേരിക്കയുടെ പഴയ ആൻറ്റി ഇന്ത്യൻ ലോബിയുടെയും CIA റോഗ് ഡിവിഷൻ ഇവരെല്ലാം കൂടെ ചേർന്ന് they made it very difficult for Trump to proceed. ട്രംപ് ഐസായിപ്പോയില്ലേ. ഹി കട്ട് എ സോറി ഫിഗർ ബിഫോർ എവരി വൺ. പുട്ടിനെ ആക്രമിച്ചത് കറക്റ്റ് സമയത്ത് പറഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ഇത് ഡ്രോൺ ഉക്രൈൻ അല്ല, എല്ലാവർക്കും അറിയാം. ഉഗാണ്ടയ്ക്ക് പിന്നെ ഇന്ത്യ ആക്രമിക്കാനുള്ള കഴിവുണ്ട്. അതുപോലെയുള്ളൂ. ഉക്രൈൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇത് കംപ്ലീറ്റ് MI6 ആണ് ഇതിൻ്റെ ലീഡർഷിപ്പ്. ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റഷ്യ ഉക്രൈൻ വാർ എന്ന് പറയുന്നത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം നടക്കുന്ന ഏറ്റവും വലിയ യൂറോപ്യൻ വാറാണ്. സെക്കൻഡ് വേൾഡ് വാറിന് യൂറോപ്യൻ വാറായിരുന്നല്ലോ. ഈ സെക്കൻഡ് വേൾഡ് വാറിലും ഫസ്റ്റ് വേൾഡ് വാറിലും ഇപ്പോഴത്തെ ഉക്രൈൻ വാറിലും അതായത് സെക്കൻഡ് ബിഗസ്റ്റ് യൂറോപ്യൻ വാർ ആഫ്റ്റർ 45. ഇതിലെല്ലാം MI6ന് പ്ലാനുണ്ട്, ഇതുണ്ട്, ഹാൻഡുണ്ട്, ദർ ബ്ലാക്ക് ഹാൻഡ്സ്. ഒരു സംശയം വേണ്ട. ചുമ്മാ ഇരുന്ന് അമേരിക്കയെ വലിച്ച് ഇഴച്ച് ഇതിനകത്ത് കയറ്റി 2.25 വർഷം അമേരിക്ക മാറി നിന്നു സെക്കൻഡ് വേൾഡ് വാറിൽ പങ്കെടുക്കാതെ. ആ ചർച്ചിലും MI6 എല്ലാം കൂടെയാണ് അമേരിക്ക പിടിച്ചതിനകത്തിട്ടത്. ഇപ്പോഴും അവർ ഈ റഷ്യ നന്നാവണം ഇഷ്ടമില്ലാത്തതുകൊണ്ടും സ്ലാവുകൾ അങ്ങനെ ഷൈൻ ചെയ്യേണ്ടെന്ന് വെച്ചുകൊണ്ടും MI6ൻ്റെ നേതൃത്വത്തിൽ ഞാനിപ്പോൾ പറഞ്ഞ ഈ മൂവർ, ഈ എന്താ ചെറിയ സംഘത്തിന് ഒരു പേരുണ്ടല്ലോ മലയാളത്തിൽ, കുറുമുന്നണി ഒരു കുറുമുന്നണി ഉണ്ടാക്കി ട്രംപിനിട്ട് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെ ഈ ട്രംപ് ഈ റഷ്യക്കെതിരായിട്ട് ഈ അടുത്ത കാലത്ത് നടന്ന, എനിക്കൊന്ന് കഴിഞ്ഞൊരു ഉക്രൈൻ വാർ തുടങ്ങിയ ശേഷം നടന്ന ഏറ്റവും വലിയ അടി എന്ന് പറയുന്നത്, ഒന്ന് അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിച്ചത് ഈ എസ്കേപ്പ് ബൈ എ വിസ്കർ പുടിൻ. അത് കഴിഞ്ഞിട്ട് ഉള്ള മേജർ മറ്റേ 41 ഇത് ബോംബർ തട്ടിയതല്ല. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വിവരം, പുടിൻ ഈസ് അൺപെർട്ടർബ്ഡ് ഓവർ ദാറ്റ് അറ്റാക്ക്. ബിക്കോസ് നമ്മളിവിടെ എല്ലാ പത്രങ്ങളിലും എല്ലാം കൊടുത്തത്, ഇന്ത്യ അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രങ്ങൾ കൊടുത്തത്, അയ്യോ അതാ ചത്ത് മലന്ന് നടക്കുന്നു അവിടെ, പിന്നെ 41 എയർക്രാഫ്റ്റ് പൊളിഞ്ഞ് നാശമായി, യുക്രൈൻ്റെ ഭയങ്കരമായ ആക്രമണം. ഇത് ഫസ്റ്റ് വേൾഡ് ഈ MI6 ഇവന്മാരും എഴുതി കൊടുക്കുന്ന റോയിട്ടേഴ്സ്, മറ്റ് വാഷിങ്ടൺ പോസ്റ്റ് ഇതുപോലുള്ളവന്മാർ റിപ്പോർട്ട് ചെയ്യണതിനെ കോപ്പി ചെയ്ത് നമ്മളിവിടെ ഇടണം. അല്ല നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസി കളക്ട് ചെയ്തതല്ല. അതാണ് ഞാൻ എപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളെ തിരിച്ചറിയണം, ഇതുപോലുള്ള ന്യൂസുകൾ ഇവിടെ കൊടുക്കരുതെന്ന്. ഇപ്പം ലേറ്റസ്റ്റ് പറയുന്നത് അവിടെ അറ്റാക്ക് നടന്നു എയർഫീൽഡിന്, സൈബീരിയയിലെ എയർഫീൽഡിന് കുറച്ച് നാശമുണ്ടായി. മാത്രമല്ല അവിടെ ഈ പ്ലെയിനെല്ലാം കൂടെ എടുത്ത് ഇങ്ങനെ വെളിയിൽ ഇങ്ങനെ എന്നെ വന്ന് ബോംബ് ചെയ്തോ എന്നുള്ള ഇതിൽ വെച്ചതല്ല. എല്ലാവരും വിചാരിച്ച് ഇതെന്താ ഈ ബങ്കറിൻ്റെ മുകളിൽ അവർക്ക് താഴെ ഹാങ്ങേഴ്സ് ഉണ്ട്, അവിടെയാണ് ഇത് പാർക്ക് ചെയ്തത്. അപ്പോൾ അതും ഇതിലേക്ക് ഞാൻ ഈ പറയുന്ന കൺസെപ്റ്റിലേക്ക് വിരൽ ചൂണ്ടയാണ്. അപ്പോൾ ഈ സോൾട്ട് എന്ന് പറഞ്ഞ ഇതുണ്ട്, എന്താണ് സ്ട്രാറ്റജിക് ആംസ് ലിമിറ്റഡ് ടോക്ക് എന്ന മറ്റാണ്. അതിൻ്റെ ഭാഗമായി റഷ്യയും അമേരിക്കയും പിന്നെ ഈ ഡിസ്പ്ലേ ചെയ്യും അവരുടെ ആർമമെൻറ്റ്സ് അങ്ങനെയൊക്കെ. അതിൻ്റെ ഭാഗമായി ഈ ബങ്കറിൽ നിന്ന് പുറത്ത് ഹാങ്ങറിൽ നിന്ന് പുറത്ത് വന്ന പ്ലെയിനാണ്. ആ വിവരം എങ്ങനെ പുറത്തുപോയി? സാൾട്ട് USA ഇവരും തമ്മിലുള്ള. അപ്പോൾ CIA റോഗ് ഡിവിഷനിൽ നിന്ന് MI6ന് അത് ഇത് കിട്ടി, പകർന്നു കിട്ടി, ട്രാൻസ്ഫർ ചെയ്ത് കിട്ടി. ആ ഇൻഫർമേഷൻ MI6ഉം പിന്നെ ഉക്രൈൻ്റെ യൂണിഫോം ഇട്ടിട്ട് അവിടെ പോയി നിന്നിട്ട് മറ്റേ രീതിയിൽ മറ്റേ ട്രക്കിൽ കൊണ്ടുവന്ന് അങ്ങനെയാണ് ആക്രമണം നടത്തിയത്. അപ്പോൾ അത് ചതിയല്ലേ, വൻ ചതിയല്ലേ.
കാര്യം ഇത് വേറെ ആർക്കും അറിഞ്ഞൂടാ. ജർമ്മനിക്കും പിന്നെ സോറി പോളണ്ടിനും ഈവൻ ഉക്രൈന് പോലും അറിഞ്ഞൂടാ ഈ ബോംബറെല്ലാം കൂടെ വെളിയിൽ ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുകയാണെന്ന്. കഴുകി വൃത്തിയാക്കി നമ്മൾ കാറ് കഴുകിയിടാൻ വെളിയിലെടുത്തതെന്ന് പറഞ്ഞാൽ ആ സമയത്ത് തന്നെ ഈ ആക്രമണം നടത്തിയത് എന്തായാലും ട്രംപ് നടത്തില്ല. ട്രംപിന് ഒരു സംശയമില്ല, ട്രംപിന് പുട്ടിനെ അടിക്കാൻ യാതൊരു താല്പര്യമില്ല. ഞാൻ ട്രംപിന് ബിസിനസ് ചെയ്യാനും ട്രേഡ് ചെയ്യാനും വെറുതെ റഷ്യയായിട്ട് എന്തിനാണ് എന്നുള്ള ഒരു ചിന്തയാണ് അദ്ദേഹത്തിന്. അപ്പം ട്രംപ് ചെയ്തതല്ല, ട്രംപിൻ്റെ വേണ്ടപ്പെട്ട ആളുകൾ ചെയ്തതല്ല. ഇത് MI6 ആണ് ഇതിൻ്റെ എല്ലാം ലീഡിങ്. പിന്നെ അവർ നശിച്ചിപ്പോൾ ഇന്ത്യയുടെ 2 പൊസിഷൻ താഴെ അവരുടെ എക്കോണമി. എങ്കിലും പറയുന്നത് പറഞ്ഞാൽ എൻ്റെ ഉപ്പപ്പാർക്ക് ഒരു ആനയുണ്ടായിരുന്നു, മുതലേ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു രാജ്യമാണ് ഈ MI6ഉം ഈ യു കെയിലെ ഗവൺമെൻറ്റും അല്ല. അതിൻ്റെ ഇടയ്ക്ക് ഋഷി സുനക്ക് വന്ന് കുറച്ച് നേരം ഒരു വ്യത്യാസം ഉള്ള രീതിയിൽ പോയെങ്കിലും അങ്ങേരെ പുറത്താക്കി യുവമാർ. എന്ന് പറഞ്ഞാൽ എൻ്റെ പണിയൊക്കെ ഇഷ്ടപ്പെട്ടു, ഇനി നീ ആദ്യം നിൽക്കേണ്ടതാണ് യുവമാരെല്ലാം കൂടെ പിടിച്ചടക്കി. അപ്പം അതൊന്ന് സൈബീരിയയുടെ അറ്റാക്ക് ഓക്കെ, നമുക്ക് പാഠം ചെയ്യാം, അവർ കിട്ടിയില്ല അറിഞ്ഞില്ല എന്നൊക്കെ പറയാം. പക്ഷേ ഇവരുടെ റഷ്യയുടെ പേൾ ഹാർബർ അറ്റാക്കാണ്. അത് നമ്മുടെ ഇവിടുത്തെ മീഡിയയിലും അധികം പൊലിപ്പിച്ച് കണ്ടില്ല. ഈ റഷ്യയിലെ ക്രിമിയയിലേക്ക് പോകുന്ന ഒരു ബ്രിഡ്ജുണ്ട്, റഷ്യയായിട്ട് കണക്ട് ചെയ്യുന്ന, അത് 3 പ്രാവശ്യം അറ്റാക്ക് ചെയ്തു ഈ 2025 തേർഡ്. അത് ഈ മെയ് മാസത്തിൽ മെയ് 1 തൊട്ട് ജൂൺ 10 വരെ 4 അറ്റാക്ക്, ഇതേപോലെയുള്ള മൊത്തം 4 അറ്റാക്ക് നടന്നു. അതിൽ ഒന്നാണ് ഈ ബ്രിഡ്ജിൽ ഈ മൈൻ അണ്ടർ വാട്ടറിൽ കൂടെ പോയി ഇവർ എന്തോ പ്ലാന്റ് ചെയ്ത് എക്സ്പ്ലോസീവ്സ് പ്ലാന്റ് ചെയ്ത്. ഇത് 3ാമത്തെ പ്രാവശ്യമാണ് ആ ബ്രിഡ്ജിൽ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പം മെയ് 26-ാം തീയതിയാണ് 31-ാം തീയതിയാണോ എന്ന് അറിഞ്ഞൂടാ. ഈ പാസഞ്ചർ ട്രെയിൻ സിവിലിയൻസും കുട്ടികളും ഉള്ളതാണ്. ഈ പുട്ടിൻ അതിലാണ് കയറി പിടിച്ചിരിക്കുന്നത്. പുട്ടിൻ അതിൽ ഈസ് ഫ്യൂമിങ് എന്നാണ് പറയുന്നത്. മറ്റേ ബോംബറിൻ്റെ വിഷയം ഒന്നുമില്ല, അവിടെ എയർഫീൽഡിൽ മാത്രമേ നാശമുള്ളൂ. ഒരു ബോംബർ പോലും പോയിട്ടില്ല എന്ന് പറയപ്പെടുന്നു. ഇത് ഈ വെസ്റ്റ് പറഞ്ഞ് പരത്തിയതാണ് എന്നാണ് പറയുന്നത്. പക്ഷേ അപ്സെറ്റായി പിന്നെ റിയലി ഇങ്ങനെ പുട്ടിൻ വിറച്ചു പോയത് ഈ ട്രെയിൻ 2 പ്രാവശ്യം ഈ പാസഞ്ചർ ട്രെയിനിനെ അല്ല, 1 മിലിറ്ററി ട്രെയിനായിരുന്നു. ട്രെയിൻ മൊത്തം നിന്ന് കത്തി. അത് കഴിഞ്ഞ് പാസഞ്ചർ ട്രെയിൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ, ഇപ്പോൾ ഇന്ന് തീയതി എത്ര 11 10 ദിവസമായിരുന്നു. അതൊരു ഈ ഇന്ത്യയുടെ നമ്മുടെ ഒരു ട്രെയിൻ ഇതേപോലെ ആക്രമിച്ചു കഴിഞ്ഞാൽ, ചൈന ആക്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? അപ്പം ഇവർ ഇത്രയും വലിയ ന്യൂക്ലിയർ പവറും സെക്കൻഡ് ബിഗസ്റ്റ് പവറും ഒക്കെയാണ്. അപ്പം എങ്ങനെയും ട്രംപിനെയും പുട്ടിനെയും തമ്മിൽ തെറ്റിക്കണം. അതാണ് ഈ കുറുമുന്നണി, ഈ ഗൂഢസംഘത്തിൻ്റെ വെസ്റ്റിലുള്ള ഗൂഢസംഘത്തിൻ്റെ പ്ലാൻ, ഹെഡഡ് ബൈ MI6. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം ട്രംപ് ഒരു അഭിപ്രായം പറഞ്ഞില്ലേ ട്രെയിൻ ആക്രമിച്ചതിനെ പറ്റി. ഇന്ന് വരെ ഒരു 15 ദിവസമായി, അല്ല 10 ദിവസമായി, ഇതുവരെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഞാൻ ചെയ്തില്ല എന്നിട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പം പറയാൻ പറ്റുമോ? എല്ലാം ഉക്രൈനാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ട്രംപ് എന്താ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സംഭവം നടന്നു എനിക്കൊന്ന് 2-ാം തീയതിയാണോ 3-ാം തീയതിയാണോ ട്രംപ് പുട്ടിനെ നേരിട്ട് വിളിച്ചു. 75 മിനിറ്റാണ് സംസാരിച്ചത്. അതൊരു വലിയ സംഗതിയാണ്, 75 മിനിറ്റ് സംസാരിക്കുക. നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പോലും അവിടുത്തെ പാകിസ്ഥാൻ്റെ പ്രൈം മിനിസ്റ്റർ ഇതുവരെ ഈ വൃത്തികളെല്ലാം ചെയ്തിട്ട് നമ്മുടെ പ്രൈം മിനിസ്റ്ററെ വിളിച്ചിട്ടില്ല. പക്ഷേ ട്രംപ് അങ്ങോട്ട് വിളിച്ചു പുട്ടിനെ 75 മിനിറ്റ്. ഇറ്റ്സ് എ വെരി സീരിയസ് ഇൻസിഡൻറ്റ് വിച്ച് വാസ് നോട്ട് കവേർഡ്, നോട്ട് പബ്ലിസൈസ്ഡ് ഇൻ ഇന്ത്യ. എന്ത് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ 75 മിനിറ്റിൽ ആദ്യം അദ്ദേഹം വളരെ അപ്പോളജറ്റിക്കായിട്ട് പുട്ടിൻ്റെ അടുത്ത് സംസാരിച്ചെന്നു. പിന്നെ അപ്പോൾ പുട്ടിൻ പറഞ്ഞു തന്നു, ഞാൻ പണി കൊടുക്കേണ്ടവർക്കെല്ലാം കൊടുക്കും. പക്ഷെ അപ്പോഴും യുക്രൈൻ്റെ പേരാണല്ലോ അവിടെ വന്നത്. അതെ, ഉക്രൈൻ്റെ പേര് അങ്ങനെയല്ലേ, അറ്റാക്ക് ചെയ്യും എന്നുള്ള രീതിയിൽ വരുന്നു. അതിനുശേഷമാണ് അറ്റാക്ക് നടന്നത്. അല്ല, ഉക്രൈൻ്റെ പേര് എപ്പോൾ എവിടെ വന്നെന്ന്
ആ ഫോൺ കോളിൽ വന്നത്, അതായത് ട്രംപ് ഇവിടെ, ഫോൺ കോളിൽ പക്ഷെ ഇവിടെ മീഡിയ അതാണ് സാർ പറയുന്നത്, ഇവിടെ വന്നത് യുക്രൈനെ തിരിച്ചടിക്കുമെന്ന് പറയുന്നു, അടി നടക്കുന്നു. ഈ ഹമാസിന്റെ വിഷയം പറഞ്ഞ പോലെയാണ്. നമുക്ക് ഈ ഹമാസ് തരുന്ന പടങ്ങൾ, ഗർഭിണികൾ, കുട്ടികൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പടങ്ങളൊക്കെ ഇടൂല്ലേ ഇസ്രായേലിനകൻ, അതേപോലെ ഫസ്റ്റ് വേൾഡ് ബ്രിട്ടൻ അടങ്ങുന്ന ആ സംഘം, റോയിട്ടർ, വാഷിങ്ടൺ പോസ്റ്റ്, ന്യൂയോർക്ക് ടൈംസ്, ഞാൻ പിന്നെ കുറേ ഇതുപോലെ ലീഡിങ് ഇതൊക്കെ ഉണ്ട്, പിന്നെ ഗാർഡിയൻ, മറിച്ച് ഇവന്മാര് കൊടുക്കുന്ന സാധനത്തിൽ നിന്നാണ് നമ്മുടെ ഇവിടുത്തെ മീഡിയയും, നമുക്ക് വേറെ മാർഗമില്ലല്ലോ, നമ്മുടെ റോയ്ക്ക് അറിയാമായിരിക്കും ആക്ച്വലി എന്താ സംഭവിച്ചത്. ഉക്രൈൻ എന്നേ പറയൂ എപ്പോഴും, അതങ്ങനെയാണ്. മീഡിയ തന്നതാണെന്ന് ക്രിയേറ്റ് ചെയ്ത ഒരു ഇറ്റ്സ് എ മീഡിയ ഹൈപ്പാണ്. അത് മീഡിയ ക്രിയേറ്റ് ചെയ്തൊരു സാധനമാണ്. ഇങ്ങനെയാണല്ലോ ഈ പാകിസ്ഥാൻ അതല്ലേ ചെയ്തത്. പാകിസ്ഥാൻ ആദ്യമേ പോയി അങ്ങ് വെസ്റ്റിൽ കംപ്ലീറ്റ്, നമ്മുടെ ആളുകളൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ എത്തി കംപ്ലീറ്റ് ലോബിയും മറ്റേ പത്രത്തിലും ഒക്കെ അടിച്ച് നമ്മൾ ജയിച്ചു. നമ്മളങ്ങനെ ഇപ്പം എൻ്റെ തന്നെ അവിടുത്തെ US എൻ്റെ ഫ്രണ്ട്സ് വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞ്, ഇവിടെ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല. അത് അങ്ങനെ അല്ല എന്ന് ആര് പറയും? നമ്മൾ രണ്ടുപേരും മാത്രം പറഞ്ഞാൽ മതി. സത്യമാണ്. അപ്പോൾ പാകിസ്ഥാൻ പോയി അങ്ങ് അടിച്ചങ്ങ് കവർ ചെയ്ത മീഡിയ ഇപ്പം നമ്മൾ അറിഞ്ഞ് കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും നോട്ട് അപ് ടു ദ മാർക്ക്. അതേപോലെ ഉക്രൈനാണെന്ന് ഉക്രൈനും പറയും. മൂവ് ആണെങ്കിൽ ഒരു വാർ അതിനകത്തൊരു മൂവ് കൊണ്ടുവരുന്നെങ്കിലാണോ? അതായത് ഈ ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ അവർ വേറെ ഒരു പദ്ധതികൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, ചിലപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, യുക്രൈന്റെ പേര് വെച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന രീതിയിൽ പറഞ്ഞിട്ട് പിന്നണിയിൽ ഇപ്പോൾ ഈ MI6-നെതിരെയൊക്കെ നടത്താൻ പോകുന്ന ഒരു പ്ലാൻ ആണെങ്കിലോ? MI6-നെതിരായിട്ട് ആരും പ്ലാൻ നടത്താൻ? ഇപ്പൊ ഇവർ രണ്ടുപേരും കൂടെ കൂടാൻ വേണ്ടി, ഇപ്പൊ രണ്ടുപേരും പുടിനും ട്രംപോ, അത് എനിക്ക് അറിഞ്ഞൂടാ. അത് ചിലപ്പോൾ സാധ്യമുണ്ട്. കാരണം അതാണ് സ്ട്രാറ്റജി. ലോകം അതായിരിക്കാം. പക്ഷെ ആദ്യം ഈ ട്രംപും പുടിനും ഒന്നും അല്ല പറഞ്ഞത്. ഇത് നമ്മുടെ മീഡിയ, നോട്ട് ഇന്ത്യൻ മീഡിയ, വെസ്റ്റേൺ മീഡിയ, ഫസ്റ്റ് വേൾഡ്, ജർമ്മനി, UK, ഫ്രാൻസ് അതിനകത്തില്ല. ഫ്രാൻസ് മാറി നിൽക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് വേൾഡിൽ ഈ EU ആണ് ഇത്. എന്താണെന്ന് പറഞ്ഞാൽ ബേസിക്കായിട്ട് എന്തുകൊണ്ട് ഈ പിന്നെ UK ഒന്ന് പാപ്പരായി തെണ്ടിയിരിക്കുകയാണ്. മര്യാദയ്ക്ക് ഇരുന്നൂടെ? എന്തുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഈ ആംഗ്ലോ സാക്സൺ, ജർമാനിക്, ഈ ട്രൈബാണ് ഈ പിന്നെ UK, ജർമ്മനി ഈ ലാസ്റ്റിൽ അറിയാമല്ലോ ശരത്തിന്. ലാസ്റ്റിൽ ഹിറ്റ്ലർ എന്താ വിട്ടുകളഞ്ഞെന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ സീക്രട്ട് പാക്ട് ഉണ്ടാക്കാൻ പോയിരുന്നു, ജർമ്മനി ജയിച്ചിരുന്നെങ്കിൽ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിറ്റ്ലർക്ക് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. ബ്രിട്ടീഷുകാരാണ്, നമ്മുടെ ബന്ധുക്കളാണ്, അവർ ബന്ധുക്കളാണ്. അവരുടെ പിന്നെ മറ്റേ ക്യൂനും ഭർത്താവും ഇവരും ഒക്കെ ബന്ധുക്കളായിട്ട് വരും. നമ്മൾ ഒന്ന് ഹിസ്റ്ററി എടുത്താൽ മതി. ഈ ഞാൻ അതിൻ്റെ ഇടയിലെന്ന് പറഞ്ഞോട്ടെ, ക്രൗൺ എന്ന് പറഞ്ഞ് നെറ്റ്ഫ്ലിക്സിൽ ഒരു സീരിയലുണ്ട്. ഞാൻ കണ്ടു തുടങ്ങിയിട്ട് തന്നെ ഒരു മാസമായി, തീർന്നില്ല ഇതുവരെ. ദിവസം 1 മണിക്കൂർ 2 മണിക്കൂർ കണ്ടാലും തീരില്ല. അത് ആക്ച്വലി കാണണം. MI6 എന്തൊക്കെയാണ് ചെയ്യുന്നത്. ഈ ക്യൂൻ പിന്നെ അവിടുത്തെ പ്രൈം മിനിസ്റ്റേഴ്സൊക്കെ നമ്മളെ എത്ര മോശമായിട്ടാണ് ഇന്ത്യക്കാരെ ഈ മറ്റുള്ള രാജ്യക്കാരെയൊക്കെ ഇവർ കരുതുന്നത്. ഈവൻ അമേരിക്കൻസ്, അന്ന് അമേരിക്കയിൽ റൂസ്വെൽറ്റ് ആണെന്നാണ് തോന്നുന്നത്. റൂസ്വെൽറ്റോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ആളോ ആയിരുന്നു ട്രൂമാൻ റൂസ്വെൽറ്റ്. ആ സമയത്ത് എങ്ങനെയാണ് ഈ ബ്രിട്ടീഷ് മൊണാർക്കി സ്നബ് ചെയ്യുന്നത് അവർ അമേരിക്കൻസിന്, എല്ലാ ഇന്ത്യയെ സ്നബ് ചെയ്യുന്നത്, പിന്നെ നമ്മുടെ ലീഡേഴ്സിനെ സ്നബ് ചെയ്യുന്നത് നമ്മളെ പരമപുച്ഛമാണെന്ന്. ഇതാര് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട്, അമേരിക്കൻസ് ആണോ ഈ ഫിലിം എടുത്തതെന്ന് പറഞ്ഞുകൊണ്ട്, ക്രൗൺ എന്ന് പറയും. അതിനകത്ത് ഇതെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഇത് പിന്നെ പുടിനും ട്രംപും പ്ലാൻ ചെയ്തതല്ല. ഈ ട്രംപിനെ പറ്റിച്ചു. ഈസ് ബീങ് ഡ്യൂപ്ഡ് ബൈ ദി MI6 ആൻഡ് ദ ഗാങ്. അപ്പോൾ പുടിനറിയാം. അപ്പം ഈ 75 മിനിറ്റ് സംസാരിച്ചപ്പം പുടിൻ പറഞ്ഞാണ് ഇത് പിന്നെ ഉക്രൈനൊന്നും അല്ല, ഞങ്ങൾ തീരെ ഇഡിയറ്റ്സ് ആണെന്ന് അങ്ങേക്കറിയാമല്ലോ. ഇത് അങ്ങേരെ കൂടെ നിൽക്കുന്ന ആളുകൾ അങ്ങേ പറ്റിക്കുകയാണ്. ഒരു കാര്യം സത്യമാണ്, ട്രംപ് ഈസ് നോട്ട് ബീങ് ബ്രീഫ്ഡ് പ്രോപ്പർലി. ഉദാഹരണം, നമുക്ക് ഇവിടെ ഒരു CM ഉണ്ട്. നമ്മൾ കേരളത്തിലെ കാര്യം പറയാം. CMനെ എന്നും ബ്രീഫ് ചെയ്യും ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. അത് മിക്കവാറും ADGP ആയിരിക്കും, ഇൻ്റലിജൻസിൻ്റെ ഹെഡായിരിക്കും, അല്ലെങ്കിൽ IGP. വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ADGP ഇൻ്റലിജൻസ് ഹെഡായിരിക്കും പോയി ബ്രീഫ് ചെയ്യുന്നത്.
അപ്പം നമുക്ക് നമ്മുടെ ഒരു ചെറിയൊരു സംവിധാനമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബ്രീഫിംഗ് സി എമ്മിന്. പിന്നെ സി എമ്മിന് വേറെ ചില സോഴ്സുകളുണ്ട്, അത് ഒഫീഷ്യലല്ല. അപ്പോൾ അതേപോലെ നമ്മുടെ പ്രൈം മിനിസ്റ്ററെ ബ്രീഫ് ചെയ്യും. പ്രൈം മിനിസ്റ്ററെ തെറ്റായിട്ടാണ് ബ്രീഫ് ചെയ്യുന്നതെങ്കിൽ പ്രൈം മിനിസ്റ്റർക്ക് അവിടെ പോയി ചെക്ക് ചെയ്യാൻ പറ്റുമോ? പ്രൈം മിനിസ്റ്റർക്ക് ബി ജെ പിക്കാർ വഴിയോ അല്ലെങ്കിൽ വേറെ അദ്ദേഹത്തിൻ്റെ സോഴ്സ് വഴിയോ ചെക്ക് ചെയ്യാം. പക്ഷെ എന്നാലും അതിൻ്റെ പിന്നെ ഓതൻറ്റിഫിക്കേഷൻ കൂടുതലുള്ളത് പിന്നെ റോ കൊടുക്കുന്നതും അല്ലെങ്കിൽ അജിത് ഡോവൽ സാർ കൊടുക്കുന്നതും അങ്ങനെ ഇങ്ങനെ ജയശങ്കർജി കൊടുക്കുന്നതും. അപ്പോൾ അവരൊക്കെ അവരുടേതായ ചില സോഴ്സുകളുണ്ട്. അപ്പോൾ എന്നിട്ട് ഇവർ പോയി ബ്രീഫ് ചെയ്യും പ്രൈം മിനിസ്റ്റർ. അതേപോലെ ട്രംപിനെ ദിവസവും ബ്രീഫ് ചെയ്യും. ട്രംപിനെ ഇപ്പം ബ്രീഫ് ചെയ്യുന്ന ഒരു പ്രമുഖൻ എന്ന് പറയുന്നത് അദ്ദേഹം ജനറലായിരുന്നു നേരത്തെ. ബൈഡൻ്റെ ഭരണകാലത്തും അദ്ദേഹം ഒരു പ്രമുഖ പോസ്റ്റ് വഹിച്ചിരുന്നു. പക്ഷേ ഇദ്ദേഹം വന്നിട്ട് ഈ ഏപ്രിലിൽ മറ്റാണെന്ന് തോന്നുന്നു ഇദ്ദേഹത്തെ എടുത്ത്, തിമോത്തി എന്ന് മറ്റാണെന്ന് തോന്നുന്നു പേര്. ഒരു ഇൻ്റലിജൻസ് ഹെഡുണ്ട്, അദ്ദേഹം പഴയ അമേരിക്കയുടെ ജനറലായിരുന്നു. അദ്ദേഹം ബ്രീഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പ്രോപ്പറായിട്ട് ബ്രീഫ് ചെയ്തില്ലയോ അദ്ദേഹത്തെ ഇനി ഏപ്രിലിൽ നേരത്തെ ഇരുന്ന ഈ ബ്രീഫ് ചെയ്യുന്ന ആളെ ഡിസ്മിസ് ചെയ്തു. അത് അദ്ദേഹം ട്രംപ് അതിന് ശേഷം വന്ന ആളാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെയോ പിന്നെ റഷ്യയിലെ അമേരിക്കയുടെ അംബാസിഡറുണ്ട്, അദ്ദേഹത്തെ വലിയ വിശ്വാസമാണ് ട്രംപിന്. എനിക്ക് തോന്നുന്നു അമേരിക്കൻ അംബാസിഡർ ഇൻ റഷ്യ പ്രോപ്പറായിട്ട് ട്രംപിൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. അങ്ങേ CIA അല്ലെങ്കിൽ FBI അല്ല, അത് ഇൻറ്റേർണലാണ്, പ്രോപ്പറായിട്ട് ബ്രീഫ് ചെയ്യുന്നില്ല, ഇന്ന രീതിയിലൊക്കെയാണ് സംഭവിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു കാണും. അതുകൊണ്ടായിരിക്കും ട്രംപിന് ആവേശം കയറി അയ്യോ അപ്പോൾ പുട്ടിനെ നമ്മൾ ചീത്ത വിളിക്കുന്നതിന് മുമ്പ് അയാളായിട്ടൊന്ന് സംസാരിച്ച് കളയാം എന്ന്. അങ്ങനെ ട്രംപ് പുട്ടിനെ വിളിച്ച് സംസാരിച്ചു. 5-10 മിനിറ്റ് അല്ല, 75 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് ടൈം. അപ്പം അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പുട്ടിൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതായത് അടി വരുന്നുണ്ട്. ഇന്ന് വരെയുള്ള അടി 2-ാം തീയതി 3-ാം തീയതിയാണ് സംസാരിച്ചത്. 2-ാം തീയതി 3-ാം തീയതി വരെയുള്ള അല്ല, അടി വേറെ പുറകെ വരുന്നുണ്ട്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ആദ്യം വരുന്ന അടി റഷ്യൻസ് ചിലപ്പോൾ ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച അല്ലെങ്കിൽ ഈ മാസം തന്നെ ബ്രിട്ടീഷ് കോൺസുലേറ്റ്സ് എല്ലാം അടച്ചു കൂട്ടും. വെക്കളം പറയും, നോൺ പെർസോണ ഗ്രാറ്റ എന്ന് പറയും. യു ഹാവ് ബീൻ ഡിക്ലെയർഡ് നോൺ പെർസോണ ഗ്രാറ്റ എന്ന് പറഞ്ഞ് അതാണ് എൻ്റെ വേർഡിങ്. പറഞ്ഞു വിടും. അവന്മാർ ഈ മോസ്കോയിൽ ക്ലോസ് ചെയ്യും. ശരത്തിന് അറിയാമല്ലോ, എല്ലാ എംബസികളും, ഇന്ത്യൻ എംബസി ആയിരുന്നാലും പാകിസ്ഥാൻ എംബസി ആയിരുന്നാലും ജപ്പാൻ എംബസി ആണെങ്കിലും ഏത് രാജ്യത്തെ എംബസി നമ്മൾ തുറന്നാലും ഇന്ത്യൻ അംബാസഡർ അല്ലെങ്കിൽ ഇന്ത്യൻ ഹൈ കമ്മീഷണർ ഈസ് ദ ചീഫ് ഓഫ് സ്പൈ. ഹീ ഈസ് എ സ്പൈ ഓഫ് ഇന്ത്യ സ്പൈ. ഏത് രാജ്യത്തെന്നുള്ളതല്ല, എല്ലാം സ്പൈസാണ്. അമേരിക്കക്കാർ ഇത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഈ ഏജൻസി ആ സ്റ്റാഫ് എല്ലാം സ്പൈസാണ്, അവരുടെ ഡയറക്റ്റ് സ്റ്റാഫൊക്കെ. മറ്റേ സപ്പോർട്ടിങ് സ്റ്റാഫല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ആദ്യം റഷ്യ അടച്ചുപൂട്ടും. അവർക്ക് 3 സിറ്റിയിലെ മറ്റോ UK ഇതുണ്ട്. ഇവിടെ എല്ലാം അവന്മാർ സ്പൈയിങ് ആണ്. ഈ ഉക്രൈനുമായിട്ട് ചേർന്ന് സ്പൈ പെട്ടെന്ന് കയറി പിടിക്കാനും നോക്കില്ല, പുറത്താക്കാനേ പറ്റുള്ളൂ പുട്ടിന്. അല്ലാതെ നമ്മുടെ പോലീസ് ചെന്ന് അറസ്റ്റ് ചെയ്യും പോലെ അവർ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ബൈലോറഷ്യ, പിന്നെ റഷ്യയായിട്ട് ഇന്ത്യ, ബെയ്ജിങ്, ഇവിടെ എല്ലാം കണക്ഷനുകളെല്ലാം വെട്ടും. യുകെയുടെ എംബസീസ്. അപ്പോൾ റഷ്യ ക്ലോസ് ചെയ്യും. അപ്പം ഇന്ത്യ, ചൈന ഉടനെ ക്ലോസ് ചെയ്യും റഷ്യ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് അതായിരിക്കും. പിന്നെ വാർണിംഗ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു പുട്ടിൻ ട്രംപിൻ്റെ അടുത്ത് പറഞ്ഞെന്ന്. യുകെക്ക് വാർണിംഗ് കൊടുത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ അങ്ങ് പറഞ്ഞ് മനസ്സിലാക്കണം, ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി, ഇതെങ്ങനെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്തതെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. ഈ ഡ്രൈവേഴ്സ് ഇല്ലേ മറ്റേ കൊണ്ടുപോയ മറ്റേ ട്രക്കിൽ മറ്റേ ഡ്രോൺ കൊണ്ടുപോയത് മറ്റേ സൈബീരിയ ആക്രമിക്കുക, അത് 3ാമത്തെ ഡ്രൈവറാണ്. അല്ല, ഒരു സെറ്റാണ്. അപ്പോൾ ആ ടീമിൽ ഈ 2000 കിലോമീറ്റർ ഇവർ ഓടിച്ച് റഷ്യക്കകത്ത് കയറ്റി ചെച്നിയൻ റെബൽസ് ആണെന്ന് പറയുന്നു. അവരെ 3 പ്രാവശ്യം തട്ടിക്കളഞ്ഞു. മനസ്സിലായോ? അത് പണ്ടേയൊക്കെ പുരാതനകാലം മുതലൊക്കെ അനുവർത്തിക്കുന്നതാണ്. നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് പറഞ്ഞാൽ വലിയ കോൺട്രവേഴ്സിയാവും.
കൊലപാതകളെ കണ്ടുപിടിക്കാതിരിക്കാനായിട്ട് ഡ്രൈവേഴ്സിനെ തട്ടിക്കളഞ്ഞു. വേറെ ഒന്നുമല്ല, നമ്മുടെ മറ്റേ മൗലവി ഉണ്ടല്ലോ, ചേകന്നൂർ മൗലവി. ഞാനന്ന് CBI യിലുണ്ട്. എന്താ നടന്നെന്നുള്ളത് കുറേ കാര്യങ്ങൾ എനിക്കറിയാം. ചേകന്നൂർ മൗലവി കേസിൽ പിന്നെ ഈ ആദ്യം ബറി ചെയ്യാൻ കൊടുത്ത അതിനെ അവിടുന്ന് വീണ്ടും ഇളക്കി വേറെ സ്ഥലത്ത്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയാം അത് ഇന്ന സ്ഥലത്ത് ബറി ചെയ്തിരിക്കുന്നു പറയും. പക്ഷേ ശരത്ത് വന്നത് എടുത്തോണ്ട് പോയി. അങ്ങനെ മാറ്റിപ്പോയി. ഇവിടെ ഡ്രൈവേഴ്സിനെ കൂടെ കൊന്നോളാം. എന്നിട്ട് ലാസ്റ്റ് ടീമിന് അറിഞ്ഞുകൂടാ നേരത്തെ കൊണ്ടുവന്നവന്മാർ തട്ടിക്കളഞ്ഞെന്ന്. ഇതെല്ലാം യുക്രൈന് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ MI6 പോലൊരു സംഘടനയ്ക്കേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ പുടിൻ വാൺ ചെയ്തിട്ടുണ്ട്, അത് ഉടനെ സംഭവിക്കും. പിന്നെ ഈ പുടിന് ഇപ്പോൾ ഈ അയച്ച 470 ഡ്രോണൊക്കെ അതൊക്കെ സാമ്പിൾ വെടിക്കെട്ടാണ്. വേറെ പുറകെ അവർ ചെയ്യും. ഈ റഷ്യൻസിന് വേറൊരു കുഴപ്പമുണ്ട്. നമ്മൾ ഈ പഴയ നമ്മൾ വാർ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ഈ റഷ്യൻസ് വളരെ സ്ലോ ആണ് ഇൻ ആക്ടിങ്. നമുക്ക് ആദ്യം നെപ്പോളിയൻ്റെ ഇത് എടുക്കാം ചുരുക്കത്തിൽ. നെപ്പോളിയൻ വന്നപ്പം ആളുകളൊന്നും ഇല്ല വാർ അടിക്കാൻ. മോസ്കോ അവർ തീ വെച്ചിട്ട് അവർ കാണാമറയത്ത് ഇരുന്ന്. പിന്നെ അവന്മാർ വന്നു മാറി നിന്ന് വാച്ച് ചെയ്ത് വീക്ഷിച്ച് അസസ് ചെയ്തിട്ടാണ് തിരിച്ചു വന്നത്. പിന്നെ വിൻഡ്രോ എല്ലാം വന്നപ്പം നെപ്പോളിയൻ തോറ്റുപോയി. അതിനേക്കാളും പ്രകടമായിട്ടുള്ളതായിരുന്നു സ്റ്റാലിൻഗ്രാഡ് ഉപരോധവുമൊക്കെ. ജർമ്മൻസ് അങ്ങ് അടിച്ചങ്ങ് കയറി. അപ്പോൾ റഷ്യൻസ് തോറ്റുപോയി ആദ്യത്തേതിൽ. അതെല്ലാം കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് റഷ്യൻസ് തിരിച്ചു വന്നു. അപ്പോൾ ഇവർ തോറ്റുപോയി. അങ്ങനെയാണ് ഇവരെ ഒതുക്കിയത്. റഷ്യൻസ് എപ്പോഴും റഷ്യക്കാരെ പറ്റി പറയുന്നത് റഷ്യൻസ് ആർ വെരി ലൈറ്റ് ഇൻ മൗണ്ടിങ് ദ ഹോഴ്സ് ആൻഡ് റൈഡിങ് ദ ഹോഴ്സ് ഇൻ ദ വാർ. ബട്ട് once he gets down, then it will be very quick. അപ്പോൾ ഇപ്പോഴും റഷ്യ ഹോഴ്സ് ബാക്കിലാണ്. റഷ്യ അവിടെ നിന്ന് ഇറങ്ങും, താമസിയാതെ ഇറങ്ങും. അത് റഷ്യയുടെ ഒരു സ്റ്റൈലാണ്. അവരുടെ എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണ്. അല്ല എടുപിടി എന്നുള്ള ഒരു പരിപാടി അവർക്കില്ല. എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പം അങ്ങനെ റഷ്യ പ്രതികാരം ചെയ്യും. UK പണി വരുന്നുണ്ട്. പിന്നെ ഈ ജർമ്മനിയും അവിടെ ഇവിടെയൊക്കെ ഉള്ള ഇത്തിരി പൈസ കിട്ടൂല്ലെങ്കിൽ സാരമില്ല, ഗ്യാസ് സപ്ലൈ കട്ട് ചെയ്യും. അത് വലിയൊരു അവിടത്തേക്ക് എക്കോണമിക്ക് വലിയൊരു ആഘാതമാണ്. അപ്പം അവിടുത്തെ ഒപ്പോസിഷൻ വലിയ പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പം ഈ US ഉള്ള സംഗതി കഴിഞ്ഞാൽ ട്രംപിന് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടുന്നില്ല. പിന്നെ അതിപ്പം ബാക്കിയും കൂടെ ഈ പുടിൻ പറഞ്ഞു കൊടുത്താണ്. അതുകൊണ്ടാണല്ലോ 75 മിനിറ്റ് സംസാരിച്ച് എന്തൊക്കെയാണ് അങ്ങേക്കെതിരായിട്ട് അവിടെ നടക്കുന്നത്. ഞങ്ങളെ സ്പൈയിങ് ഏജൻസി SVR എന്നാ മറ്റോ SVR കണ്ടുപിടിച്ചിരിക്കുന്ന ഇതാണ്. അങ്ങനെയൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഇതൊക്കെയാണ് നടക്കുന്നത്. പിന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ ഈ MI6 എങ്ങനെയും ഈ ട്രംപിനെയും പുടിനെയും തമ്മിൽ അടിപ്പിക്കുകയും റഷ്യ ബോംബ് ചെയ്യിപ്പിക്കുകയും. MI6 നന്നായിട്ടറിയാം ഇവരാരും ന്യൂക്ലിയർ ബോംബ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കില്ല. അതവർക്ക് നന്നായിട്ടറിയാം. സർവനാശമല്ലേ, അപ്പോക്കലിപ്സ്. അപ്പോൾ അത് വരില്ല, അത് വരരുത്. അത് വരാതെ തന്നെ ഇവരുടെ ആംസ് ലോബി, വെപ്പൺ ലോബി, ഇതല്ല. അതിനകത്ത് അമേരിക്കയിലും ഈ ഡെമോക്രാറ്റ്സ് അവർ ഈ വെപ്പൺ ലോബി വലിയ ആളുകളാണ്. പിന്നെ അവർക്ക് ഈ വാർ പ്രൊമോട്ട് ചെയ്യണം. അപ്പോൾ പുടിൻ അദ്ദേഹത്തിനടുത്ത് ചോദിച്ചെന്ന് പറയുന്നു. പിന്നെ ഈ അപ്പോൾ പുടിൻ എപ്പോഴും പറയും നെഗോഷിയേഷൻ ടോക്ക് എന്ന്. അപ്പം പുടിൻ തിരിച്ചു ചോദിച്ചെന്ന്, സാർ ഈ ടെററിസ്റ്റുകളുടെ എങ്ങനെയാണ് നെഗോഷിയേഷൻ നടത്തുന്നത്? ഇത് ടെററിസ്റ്റ് ആക്ടിവിറ്റി അല്ലേ ആ ട്രെയിനിൽ പാസഞ്ചറും കുട്ടികളും ഉണ്ടായിരുന്ന അറ്റാക്ക് ചെയ്തത്? ഇറ്റ് ഈസ് ടാൻറ്റമൗണ്ടിങ് ടു ടെററിസം ഓഫ് ദ ഫസ്റ്റ് ഓർഡർ. ആ ടെററിസ്റ്റായിട്ട് ഞങ്ങൾ എന്ത് സംസാരിക്കാനാണ്? അതുകൊണ്ടാണ് 2-ാം തീയതി പ്രിസണേഴ്സ് എക്സ്ചേഞ്ച് മാത്രം നടന്നത് എന്ന് പുടിൻ ചോദിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ ട്രംപ് ഇടപെടില്ല ഈ കാര്യത്തിൽ. പുടിൻ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ വാറിലും ട്രംപ് ആദ്യം ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഇവന്മാരെ ചെയ്യട്ടെ, ഇത് വലിയ പ്രശ്നമാവുകയാണെങ്കിൽ എനിക്ക് ഇടപെടാം എന്ന് പറഞ്ഞ പോലെ ഈവൻ ഇന്ത്യ പാകിസ്ഥാൻ വാറിലും ഈ റോഗ് ഡിവിഷൻ ഓഫ് CIA ഫോൾസ് ഇൻഫർമേഷൻ കൊടുത്തു. അവിടെ എല്ലാം പോയി റേഡിയേഷൻ അവന്മാർ അത് ചെയ്തു, ഇന്ത്യക്കാരെ എങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അമേരിക്കൻസ് അവിടെ ഉണ്ട് പാകിസ്ഥാനിൽ, ഇത്രയും വരുമെന്ന് വിചാരിച്ചാൽ അതാണ് ട്രംപ് അന്തം വിട്ട് കയറി ഇടപെട്ടത്.
അപ്പോൾ അതേപോലെ ഈ ഫാൾസ് ഇൻഫർമേഷൻ ട്രംപിന് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ട്രംപിന് ഒരിടത്തും എത്താൻ പറ്റുന്നില്ല. പിന്നെ ഈ ഡെമോക്രാറ്റ്സ് എല്ലാം കൈകൊട്ടി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഈസ് എവറി ഡേ ഈസ് കട്ടിങ് എ സോറി ഫിഗർ. പിന്നെ പുട്ടിന് ന്യൂക്ലിയർ വാറൊന്നും ഉപയോഗിക്കണമെന്ന്, വെപ്പൺസ് ഉപയോഗിക്കണമെന്നില്ല. പിന്നെ വേറൊരു കാര്യം, MI6ന് നന്നായിട്ടറിയാം, ഈ വാർ ഡോക്ട്രിൻ 2024 റഷ്യ മാറ്റി നവംബറിൽ. നേരത്തെ റഷ്യ അടിച്ചാലേ തിരിച്ചടിക്കുള്ളൂ എന്നൊക്കെ അങ്ങനെയുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഒരു ടെററിസ്റ്റ് ആക്ടിവിറ്റി പോലെ, അല്ലെങ്കിൽ ഈ ന്യൂക്ലിയർ പവറായ ഒരു നേഷൻ സപ്പോർട്ട് ചെയ്തിട്ട് കൺവെൻഷണൽ വാർ, റഷ്യക്ക് ഭീകരമായ കൺവെൻഷണൽ വാറോ, അതായത് ട്രെയിൻ ബോംബ് ചെയ്തത്, ന്യൂക്ലിയർ ബോംബ് ഉപയോഗിക്കാം. ആ ഒറ്റ ഇൻസിഡൻറ്റ് ടാക്ടിക്കൽ ന്യൂക്ലിയർ ബോംബ് റഷ്യക്ക് ഉപയോഗിക്കാം. ആദ്യം എടുത്ത് മറ്റേ മദർ ബോംബ്, സാർ ബോംബ എന്നിടില്ല, ചെറിയ അവരുപയോഗിക്കും. അത് ചിലപ്പം പുടിൻ പറഞ്ഞു കാണും, എനിക്കൊരു നിവൃത്തിയില്ലെങ്കിൽ അത് ചെയ്യേണ്ടി വരും. പിന്നെ റഷ്യക്കുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, അവർ വിചാരിക്കുന്നത് ഇത് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ, ഇതിപ്പോൾ 5 അറ്റാക്ക് മറ്റും നടത്തി. ഈ മെയ് 1 തൊട്ട് ജൂൺ 3 വരെ മേജറായിട്ട് 5 അറ്റാക്ക് നടത്തി റഷ്യക്കെതിരായിട്ട്. അപ്പം പുടിൻ പറഞ്ഞെന്ന്, എനിക്ക് എൻ്റെ ജനങ്ങളെ ഫേസ് ചെയ്യണം, പിന്നെ ആസ് റഷ്യ ഇറ്റ്സെൽഫ് ഞാൻ റെസ്പോണ്ട് ചെയ്യണ്ടേ. ഇത്രയും ചെയ്തിട്ട് ഞാൻ മിണ്ടാതിരുന്നാൽ എന്ത് പറ്റും? അപ്പോൾ പിന്നെ MI6നും EUവിനും കുറച്ചുകൂടെ ദേ വിൽ ബി എംബോൾഡൻഡ് ടു കണ്ടക്ട് മോർ വാർസ്, മോർ അറ്റാക്സ് ഇൻ റഷ്യ. അതുകൊണ്ട് അത് പറ്റില്ല, ഇവന്മാർക്ക് അടി കൊടുത്തേ പറ്റുള്ളൂ. അത് ഞാൻ കൊടുക്കും. പക്ഷെ അതിനുള്ള പവർ ഇത് മതിയായിരുന്നു. അതായത് ഏറ്റവും വലിയൊരു, ഇപ്പോൾ ആണവശക്തിയാണെന്ന് പറയുമെങ്കിൽ പോലും അതിനേക്കാളും നല്ലൊരു ഡിഫൻസീവ് സിസ്റ്റം കൂടി റഷ്യക്കുണ്ട്. എന്നിട്ടും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പുടിൻ്റെ രോമത്തിൽ തൊടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. അത്രയും വലിയ സെൻസിറ്റീവായ ഇഷ്യൂ, എന്നിട്ട് അതിനുള്ളൊരു തിരിച്ചുള്ളൊരു പ്രതികരണം. സാറ് പറഞ്ഞ പോലെ സ്ലോ ആൻഡ് സ്റ്റഡി ആണ്. എന്നാൽ പോലും ഇങ്ങനെ ആയിരുന്നു പ്രതികരിക്കേണ്ടത്. മാത്രമല്ല ഇനിയിപ്പോൾ പുടിൻ്റെ ജീവന് തന്നെ ഭീഷണിയായ സ്ഥിതിക്ക് ഇനിയുള്ള മൂവുകൾ ഇനി എങ്ങനെയായിരിക്കും റഷ്യയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്? അല്ല, ഈ പോയിന്റ് ഞാൻ മിസ്സായി കിടക്കുകയാണ്. ശരത്ത് ചോദിച്ചാൽ നന്നായി. ഇത് ഞാൻ നേരത്തെയുള്ള ചില എപ്പിസോഡുകൾ പറയണമെന്ന് ഞാൻ വിചാരിച്ചതാണ്, പറയാൻ പറ്റിയില്ല. ഈ മറ്റേ മെഷേർഡ് റെസ്പോൺസ് ആയിപ്പോയി, ബെഫിറ്റിംഗ് റിപ്ലൈ അല്ല എന്നല്ലേ ശരത്ത് ഉദ്ദേശിച്ചത്. റഷ്യ കുറച്ചുകൂടെ ചെയ്യണം. ഞാനിത് എനിക്കൊന്ന് ജനുവരി മാസത്തിലെ മറ്റോ ഏതോ എപ്പിസോഡ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഇവിടെയുള്ള നമ്മുടെ നാട്ടിലെ ആളുകളെ അവർക്ക് അറിഞ്ഞുകൂടാ, ചോദിക്കുക, അയ്യേ എന്തെന്ന് റഷ്യ, അമ്മമാരെ അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് ഉക്രൈൻ, റഷ്യ തിരിച്ചൊന്നും ചെയ്യുന്നില്ല. അതിനൊരു ഉത്തരമുണ്ട്. ഞാനത് ഒരു എപ്പിസോഡിൽ മറ്റോ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഉക്രൈൻ്റെ പോപ്പുലേഷനിൽ ഒരു വലിയൊരു കൺസിഡറബിൾ, അവരുടെ റഷ്യയായിട്ട് ചേർന്ന് നടക്കുന്ന ഏരിയയിൽ ഒരു കൺസിഡറബിൾ മെജോറിറ്റി റഷ്യൻസാണ്, റഷ്യൻ സ്പീക്കിംഗ് ആളുകളാണ്. മാത്രമല്ല, ഈ സെലൻസ്കി കൊമേഡിയൻ വരുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്നത് റഷ്യൻ സ്പീക്കിംഗ് ഉക്രൈനിയൻസിൻ്റെ വന്ന് പ്രൈം മിനിസ്റ്ററാണ്. അയാളെ ഈ MI6 എല്ലാം കൂടെ ചേർന്ന്, പിന്നെ CIA ഉണ്ട് അതിനകത്ത്. അന്ന് ട്രംപ് വന്നിട്ടില്ല. എല്ലാവരും കൂടെ അയാളെ ഓടിച്ചു. അയാളുണ്ട് ഇപ്പോഴും. അയാളെ തിരിച്ചു കൊണ്ടുവരാനാണ് റഷ്യ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ റഷ്യക്ക് എപ്പോഴും ഒരു ഇതുണ്ട്. അവിടെ ഈ ഇപ്പോൾ ശ്രീലങ്കയിൽ നമ്മൾ പോയിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ ആദ്യം ടാങ്ക് കൊണ്ടുപോകാത്തത്? വലിയ വെപ്പൺസ് ഒന്നും നമ്മൾ കൊണ്ടുപോയില്ല, പീരങ്കി അങ്ങനെയുള്ളതൊന്നും കൊണ്ടുപോയില്ല. ലോ ലെവലിലുള്ള ഇതാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ അവർ ബ്രദേഴ്സ്. അവർ സിംഹളക്കാരുമായിട്ട് അടിച്ചു, പക്ഷേ ദേ ഹാവ് DNA കണക്ഷൻ, ജനറ്റിക്കലി ദേ ആർ കണക്റ്റഡ് ടു തമിഴ്നാടു. മാത്രമല്ല, ഇന്ത്യൻ ആർമിയാണ് അവരെ ട്രെയിൻ ചെയ്തത്, പുലിപ്രഭാരനെ, ഇവരെയൊക്കെ. അവസാനം അയാളെ തട്ടി ഇതേപോലുള്ള MI6 പോലുള്ള ഏതോ സംഘടന ഇന്ത്യക്കെതിരായിട്ട് ഉപയോഗിച്ചു, അയാളെ തട്ടിക്കൊണ്ടുപോയി. അപ്പം അവരെ കീഴ്പ്പെടുത്തണം, പക്ഷേ ഭയങ്കരമായി അവരെ തകർക്കാൻ പാടില്ല. നാളെ നമുക്ക് അവിടെ ഭരിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ അവർ മൊത്തത്തിൽ സിംഹളനും ഇന്ത്യക്കാരും അവരുടെ ശത്രുക്കളാണ് എന്നുള്ള ഒരു ഇതിൽ എത്താൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ
കാൽക്കുലേറ്റഡ് മെഷേർഡ് ആയിട്ടുള്ള ഒരു റിപ്ലൈ ആണ് അവിടെ കൊടുത്തത്. അതേ പ്രോബ്ലമാണ് പുട്ടിനുള്ളത്. ഇവർ റഷ്യൻസാണ്, അവിടെ ഒരുപാട് റഷ്യൻസ് ഉണ്ട്. അവരെയൊക്കെ തകർക്കുന്ന രീതിയിൽ അവർക്ക് ന്യൂക്ലിയർ വാർ ഹെഡോ അതൊന്നും ഇടാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് എപ്പോഴും പിന്നെ ഇവരെല്ലാം ഒരുമിച്ച് ഭയങ്കര സൗഹാർദ്ദവും സ്നേഹമൊക്കെ ആയിരുന്നു. ഈ MI6-ൻ്റെ ഈ പഴയ CIAയുടെയൊക്കെ കുടിലത ആലോചിച്ച് നോക്കണം. ഉദാഹരണം നമ്മുടെ കേരളം, ഈ കേരളത്തെ ഡിവൈഡ് ചെയ്ത് 2 രാജ്യമാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉക്രൈൻ, അവർ ഈ റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് കീവിലാണ് ഇപ്പോഴും, സ്റ്റിൽ മോസ്കോ അല്ല. അപ്പം ഈ മതപരമായിട്ട് അവർ രണ്ടുപേരും ഓർത്തഡോക്സുകാരാണ്. ഈ നമ്മളെ ലോകത്ത് നടക്കുന്ന പല യുദ്ധങ്ങളിലും അങ്ങനെയല്ല, റഷ്യയിൽ മാത്രം എന്തൊരു കുടിലതയാണ് ഈ MI6-ൻ്റെയും CIAയുടെയും പ്ലാൻ എന്ന് പറഞ്ഞാൽ അവർ റഷ്യക്കകത്ത് ഓർത്തഡോക്സ് സഭയ്ക്കകത്ത് തന്നെ അവരൊരു വലിയ വിള്ളലുണ്ടാക്കി. അതൊരു വലിയൊരു അഡ്വാൻറ്റേജാണ് അവർക്ക്, അവർ ട്രംപ് കാർഡാണ്. ഇനി ഒരിക്കലും ഉക്രൈനും റഷ്യയും സമാധാനത്തിൽ വരാൻ വളരെ ചാൻസ് കുറവാണ്. അപ്പം കൂടുതൽ കാര്യം അടിക്കുമ്പോൾ നീ അടി എന്ന് പറയുമ്പോൾ റഷ്യക്കാരെ ചലഞ്ച് ചെയ്യുകയാണ്, നോട്ട് ഉക്രൈനിയൻസ്. ഇതുപോലെ ഒരു ജോക്കറെ കൊണ്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട്, പിന്നെ സെലൻസ്കിയെ പോലെ. അയാൾക്ക് എല്ലാം കൊട്ടാരം എല്ലാം വാങ്ങിച്ചെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇംഗ്ലണ്ടിലും അവിടെ ഇവിടെയൊക്കെ. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇയാൾ പ്ലെയിനിൽ കയറി അവിടെ പോയി അയാൾ അവിടെ ജീവിച്ചു. അയാൾക്ക് യാതൊരു കമ്മിറ്റ്മെൻറ്റും ഈ ഉക്രൈനിയൻസിനോടില്ല. ഈസ് എ ജൂ ആസ് വെൽ. യാതൊരു ഇതും ഉക്രൈനിയൻ എന്ന് പറഞ്ഞ രാഷ്ട്രത്തോടില്ല. ഈസ് ആൻറ്റി റഷ്യൻ. അപ്പോൾ ഇതെല്ലാം കൊണ്ടാണ് പുട്ടിന് നേരെ മണ്ണ് അടിക്കാൻ പറ്റാത്തത്. പക്ഷെ ഒരു നിവൃത്തിയില്ലെങ്കിൽ ചെയ്തല്ലേ പറ്റൂ. എനിവേ ശത്രുക്കളായി. ഇനിയിപ്പം ഈ ഉക്രൈൻ്റെ യൂണിഫോം ഇട്ടുകൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനിടയിൽ തെളിവില്ല. ബ്രിട്ടീഷുകാരൻ വന്ന് അല്ലെ ജർമ്മൻകാരൻ വന്ന് ഈ യൂണിഫോം ഇട്ടാണ് ഇത് ഞങ്ങൾക്കെതിരായിട്ട് ചെയ്യുന്നത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ അവർ അത്ര മണ്ടന്മാരല്ലല്ലോ. എല്ലാം ഉക്രൈൻ്റെ പേര് പറഞ്ഞ് ചെയ്യുന്നത് മുഴുക്കെ ഇവരാണ്, EU ആണ്, ജർമ്മൻസും ഈ ബ്രിട്ടീഷുകാരും. പിന്നെ ഈ ബ്രിട്ടീഷുകാരും ഈ ജർമ്മൻസും തമ്മിൽ സെക്കൻഡ് വേൾഡ് വാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചെങ്കിൽ ഇവർ തമ്മിൽ ഒരു കണക്ഷനാണ്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ ജർമാനിക്, മറ്റേ ആംഗ്ലോ സാക്സൺ, USA, ജർമ്മനി, ഇംഗ്ലണ്ട്, UK, വെയിൽസ് ആൻഡ് സ്കോട്ടിഷും മറ്റും ലിറ്റിൽ ഡിഫറെൻ്റാണ്. അവർ ജർമാനിക്കല്ല. വെയിൽസും ഇംഗ്ലണ്ടും, നെതർലാൻഡ്സ്, കാനഡ, ഓസ്ട്രേലിയ, 6-7 രാഷ്ട്രങ്ങളിൽ ആംഗ്ലോ സാക്സൺ, ജർമാനിക്, അതാണ് അവരുടെ സിവിലൈസേഷൻ എപ്പോഴും സുപ്പീരിയറാണ്. ഹിറ്റ്ലർ പറഞ്ഞ വേറൊരു രീതിയിൽ സുപ്പീരിയറാണ്. അപ്പം ഞങ്ങളായിരിക്കണം ഈ ലോകം ഭരിക്കേണ്ടത് എന്നുള്ള അമേരിക്ക അവിടെയൊക്കെ നിൽക്കും. ഒരു ചിന്ത ഈ MI6-ൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അതിപ്പം ജർമ്മനിയിലെ പുതിയ ഇയാൾ വന്നപ്പോൾ, പ്രസിഡന്റ് വന്നപ്പോൾ ഈ തിയറിയോട് അയാൾക്കും സപ്പോർട്ടാണ്. അയാൾ ഭയങ്കര എക്സ്ട്രീം വലതുപക്ഷമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പോളിറ്റിക്സ് ഉണ്ട്, അതവിടെ എപ്പോഴും ഉണ്ട്. റഷ്യ ഇനി എത്ര ഡോളർ തരാമെന്ന് പറഞ്ഞാലും നീ ശരിയല്ല, നിനക്കത് അതായത് നമ്മൾ നോവലിലൊക്കെ, മലയാളം നോവലിലൊക്കെ പറയില്ലേ, അതെ നീ ഇപ്പം എന്താ ജോലി? സാറേ ഞാൻ ഇതാണ് ഇന്ത്യൻ ഫോറിൻ സർവീസിലാണ്, ഞാൻ ഇപ്പോൾ റൊമേനിയയിലാണ്. അപ്പോൾ ഈ അമ്മാവൻ ചോദിക്കുകയാണ്, നമ്മുടെ നാട്ടിൽ നടന്ന കാര്യങ്ങൾ തന്നെയാണ് ആ നോവൽ വന്ന്. എന്നിട്ട് എൻ്റെ അച്ഛനും അച്ഛൻ്റെ അച്ഛനും ഒക്കെ ഇവിടെ ഞങ്ങളുടെ പശുക്കളെ കുളിപ്പിക്കാൻ മറ്റേ ചാണകം വരെ നിന്നവരല്ലേ നിങ്ങൾ, അവൻ്റെ മോനല്ലേ നീ എന്ന് ഈ 80 വയസ്സായ അമ്മാവൻ ചോദിക്കുന്ന അതേ മനോഭാവമാണ് ഈ ആംഗ്ലോ സാക്സൺ. അവർക്ക് സ്ലാവിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇന്ത്യൻസിനെ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ബ്രാഞ്ചിന് ഈ പറഞ്ഞ ഈ ആളുകളെല്ലാം അമേരിക്കൻസ് അതിനകത്തില്ല. ഇവന്മാർക്കൊന്നും അമേരിക്കൻസ് ഉണ്ടെങ്കിൽ ഈ ഡെമോക്രാറ്റ്സും ഒക്കെ ഉള്ളൂ. ഈ ട്രംപിന് ഒരിക്കലും അങ്ങനത്തെ വിചാരങ്ങളില്ല. അത് പറയാതിരിക്കാൻ തോന്നുന്നു. അയാൾക്ക് ട്രേഡ് നടന്നെങ്കിൽ പൈസ വേണം എന്നുള്ള ഒറ്റ ഇതേ ഉള്ളൂ. ഇവർക്കെല്ലാം ദേ ആർ ഹൈലി സ്കെയർഡ് ഓഫ് ഇന്ത്യ റഷ്യ കമ്മിങ് ടുഗദർ.
ദേ ഡോണ്ട് വാണ്ട് ഇറ്റ്. ഒരിക്കലും സമ്മതിക്കില്ല അവർ. അതിനവർ പണിയേണ്ട കാര്യങ്ങളെല്ലാം പണിയും. അതിനാണ് അവരിപ്പോൾ ലേറ്റസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ പോലും $2 ബില്യൺ വേൾഡ് ബാങ്ക് IMF കൂടെ ചേർന്ന് പാകിസ്ഥാന് കൊടുത്തു. എന്നിട്ട് $40 ബില്യൺ അടുത്ത 10 വർഷം കൊണ്ട് വീണ്ടും പാകിസ്ഥാന് കൊടുക്കുകയാണ് ഈ IMF. അപ്പോൾ ഈ IMFലൊക്കെ ചൈനയുണ്ട്, ഇതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. വേൾഡ് ബാങ്കിലായിരുന്നാലും ചൈനയുണ്ട്, UK ഉണ്ട്, ഈവൻ ഫ്രാൻസ് പോലും ഉണ്ട്, ജർമ്മനിയുണ്ട്. ജർമ്മനിക്ക് വലിയൊരു സെയിങ് ആണ്. അപ്പോൾ ഇവരെല്ലാം ചേർന്നാണ് ഇതിൻ്റെ ഫണ്ട് കൺട്രോളിങ്. അപ്പോൾ ഈ ഇത്രയും ടെററിസ്റ്റ് ആക്ടിവിറ്റിയും ഇത്രയും പോക്കൃത്തനങ്ങളും ഒസാമ ബിൻ ലാദനെ വരെ ഹാർബർ ചെയ്തവന്മാരാണ് ഈ പാകിസ്ഥാനികളെന്ന് പറയും. എന്നിട്ടും എന്താ ഈ പൈസ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ ഉപദ്രവിക്കാനാണ്, നമുക്കിട്ട് പണിയുന്നതാണ്. അങ്ങനെ ഇവർ ഈ പറയുന്ന ആംഗ്ലോ സാക്സൺ ജർമാനിക് ട്രൈബ്സ്, ഈ ഉർസല എന്ന് പറഞ്ഞ ഒരുത്തി ഇവിടെ ഓടി വന്നില്ലേ, മറ്റേ EUവിൻ്റെ പ്രസിഡന്റ് എന്നൊക്കെ, അവരെന്തൊക്കെ നമ്മളെ ഈ കാണുമ്പോഴുള്ള സോഫിസ്റ്റിക്കേഷനുകൾ അവർക്കൊന്നും ഇന്ത്യൻസിനെ അവർക്ക് വിട്ട് സഹിക്കാൻ പറ്റില്ല. ഇന്ത്യൻസിനെ പോലെയാണ് റഷ്യൻസ്. ഹൗ ക്യാൻ ദീസ് റഷ്യൻസ് ഹാവ് ഓൾ ദോസ് തിങ്സ് എന്നാണ് അവരുടെ മനസ്സിലിരിപ്പ്. അതുകൊണ്ടാണ് ഈ ഇങ്ങനെ ഇട്ട് പണിയുന്നത്. ഇപ്പം ട്രംപ് എടുത്തൊരു സ്റ്റാൻഡ് പോലെ, എന്തിനാണ് വെറുതെ യുദ്ധം, റഷ്യയായിട്ട് നമ്മൾ സമാനക്കാർ ഒപ്പിടാം, എന്തുകൊണ്ട് ഇവർ പറയുന്നില്ല? അമേരിക്കയ്ക്ക് പവറുണ്ട് റഷ്യയായിട്ട് യുദ്ധം ചെയ്യാൻ, ഇവന്മാർക്ക് പവറില്ല. UK എന്ന് പറയുന്നത് 45,000 സോൾജേഴ്സേ ഉള്ളൂ, എന്താണ് ബാറ്റിൽ റെഡി ഫോഴ്സ്. നമുക്ക് 14 ലക്ഷം മറ്റാണ്. അവർക്ക് വെറും ഇപ്പം ഇന്ത്യ വിചാരിച്ചു കഴിഞ്ഞാൽ ആരും സഹായിച്ചില്ലെങ്കിൽ UK പിടിക്കാം, സുന്ദരമായിട്ട് പിടിക്കാം. അമേരിക്ക ഇവരൊന്നും സഹായിച്ചില്ലെങ്കിൽ UK ഒന്നുമില്ല കയ്യിൽ. എന്നാൽ അവന്മാർ ഈ പണിക്ക്, അതായത് എല്ലാ പൈസയും MI6 ആണ് കൊണ്ടുപോകുന്നത്, MI5 MI6. ഇപ്പോൾ ഉദാഹരണം നമ്മുടെ ഇപ്പോൾ വിഴിഞ്ഞം ഹാർബർ, അല്ലെങ്കിൽ നമുക്കൊരു പുതിയൊരു പ്രൊജക്റ്റ്, ഇപ്പം വയനാട് ഒരു തുരങ്കം നമ്മളിപ്പം പണിയാൻ പോവുകയല്ലേ, അതിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയല്ലോ, അവിടെ വരും MI6. യു വോണ്ട് ബിലീവ് ഇറ്റ്. എന്ന് പറഞ്ഞാൽ ടെൻഡർ ഇൻ്റർനാഷണൽ ടെൻഡർ ആയിരിക്കും. അപ്പോൾ ഈ MI6 എന്തായി എന്ന് പറഞ്ഞാൽ, ഇവന്മാർ അവിടെ അത് പണിയാൻ വരെയാണ്, ശരി നമുക്ക് അതിൽ പൈസ അടിക്കണം എന്ന് പറഞ്ഞ് ഇവന്മാർ ഏതെങ്കിലും ഒരു കടലാസ് സംഘടന ഉണ്ടാക്കി ഇവന്മാർ ആ കോൺട്രാക്റ്റ് പിടിക്കാൻ നോക്കും. ചിലപ്പോൾ സക്സസ് ആയെന്നിരിക്കും. അവർക്കറിയാം എവിടെയൊക്കെ പൈസ കൊടുക്കണം, എങ്ങനെ ആര് വിചാരിച്ച ഈ കോൺട്രാക്റ്റ് കിട്ടുക. അവരതിൻ്റെ മാസ്റ്റേഴ്സാണ് MI6. അപ്പോൾ MI6ന് ഇതൊന്നും ഇന്ത്യയിലുള്ള ഇതുപോലുള്ള ഒരു കാര്യം ഞാൻ ചുമ്മാ പറയുന്നതല്ല, ഞാൻ മറന്നുപോയി. കുറച്ച് ഇവിടെയുള്ള വലിയ വലിയ ഇന്ത്യയിലെ പ്രോജക്ട്സ് വന്നപ്പോൾ MI6ൻ്റെ ആളുകൾ MI6 ഇങ്ങനെ ഓർഗനൈസേഷൻ കൊണ്ടുവന്ന് ചെയ്തെന്നും, പക്ഷെ നമ്മുടെ ആളുകൾ അത് കറക്റ്റ് സമയത്ത് മനസ്സിലാക്കിയോണ്ട് നമ്മളതിൽ നിന്ന് പിൻവാങ്ങി എന്നുള്ളതാണ്. പിന്നെ ബിഫോർ കൺക്ലൂഡിങ് ഒരു പോയിൻ്റോടെ ഞാൻ പറയാം. അതായത് ഈ ലോകത്ത് ഡിപ്ലോമസി ടോക്ക്, പീസ് ടോക്ക്, ഇതെല്ലാം വെറുതെയാണ്. ഇറ്റ് ഈസ് മിയർ ഫോൾസ്. എല്ലാം നടക്കുന്നത് ചീറ്റിംഗ് ആണ്. ചീറ്റിങ്ങിലൂടെ മാത്രമേ വാർ ഹിസ്റ്ററി നമ്മൾ പഠിച്ചു, എല്ലാം ചീറ്റിംഗ് ആണ്. അപ്പം ഇയാൾ ചോദിച്ചെന്ന് പുടിൻ, അത് ലാവ്റോവിൻ്റെ അടുത്താണോ നമ്മുടെ ട്രംപിൻ്റെ അടുത്താണോ ചോദിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവർ രണ്ടും ആരോ അടുത്ത് ഇങ്ങനെ ചോദിച്ചെന്ന്, പുടിൻ ചോദിച്ചെന്ന്, സാറേ ഈ എന്തെന്ന് ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആളുകൾക്ക്, അതായത് നിങ്ങളെ UK ഇതുപോലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രൂപ്പിന്, അവർക്ക് ദേ ആർ ബൈയിങ് ടൈം. എന്നിട്ട് ഇത് ശ്രദ്ധ തിരിച്ച് ഡൈവേർട്ട് ചെയ്യുകയാണ് ഈ മൊത്തം. അവർക്കൊരിക്കലും പീസ് അച്ചീവ് ചെയ്യണമെന്ന് അവർക്ക് യാതൊരു താല്പര്യമില്ല. ദെയർ ഓൺലി എയിം ഈസ് ടു ഡിഫീറ്റ് റഷ്യ. അപ്പോൾ ഈ ഡിപ്ലോമസി എന്ന് പറഞ്ഞ് എനിക്കിപ്പോൾ അതിൽ വലിയ വിശ്വാസമൊന്നുമില്ല. അതിൽ വിശ്വസിക്കേണ്ടതുണ്ടോ? ചീറ്റിങ്ങിൽ കൂടെ അല്ലേ എപ്പോഴും വിജയിക്കുന്നത്, വാറായിരുന്നാലും അല്ലെങ്കിൽ ചീറ്റിംഗ് ഓഫ് ദ ഫസ്റ്റ് ഓർഡർ. ഒരു വിധത്തിൽ നമ്മൾ ആലോചിച്ച് അങ്ങനെ തന്നെയാണ് വേൾഡ് പൊളിറ്റിക്സ് എടുത്ത് എല്ലാം ചീറ്റിങ്ങാണ്. ഇന്ത്യ അത് പ്രധാനമായിട്ടും നമ്മളത് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ അതുപോലെയുള്ള ആരോ പറഞ്ഞു, റഷ്യക്കാരോ പറഞ്ഞു, നമ്മൾ പഠിക്കേണ്ടതാണ്. നമുക്ക് ഭയങ്കര സ്നേഹമാണ് നമ്മുടെ ശത്രുക്കളോട്.
അങ്ങനെ ആയിപ്പോയി നമ്മൾ. പണ്ടേ അങ്ങനെയാണ്. അത് ഇപ്പം അടുത്ത കാലത്തായി ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പം പാകിസ്ഥാൻ കത്ത് എഴുതി തുടങ്ങി, 4 ലെറ്ററോ മറ്റോ വന്നു. അവരിങ്ങനെ എല്ലാ വഴികളും നോക്കും. ഒരു കാരണവശാലും അവരുമായിട്ട് ഇനി ഒരു പരിപാടിക്കും പോകരുത്. ഇമ്മീഡിയറ്റ്ലി ട്രാൻസ്ഫർ ഓൾ ദി ടെററിസ്റ്റ്, ദ ഡിക്ലെയർഡ് ടെററിസ്റ്റ്, ഗിവ് POK, ദെൻ സൈൻ നോൺ വാർ പാക്ട്. ഇത് മൂന്നും ഒന്നുമില്ലെങ്കിൽ ആദ്യത്തെ 2 എണ്ണം ചെയ്തില്ലെങ്കിൽ അവർ നമ്മളെ ചതിക്കും. മാർഗം ചെയ്യാൻ പക്ഷെ ഭയങ്കര പാടാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. നമ്മളെ കറക്റ്റ്, നമ്മൾ ഭയങ്കര ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ജൈന സന്യാസിമാരില്ലേ, അവരുടെ വർഗത്തിൽപ്പെട്ട ആളുകളാണ് പ്രത്യേകിച്ച് നമ്മുടെ പൊളിറ്റീഷ്യൻസ്. ഇപ്പോൾ ഉള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ ഡെഫിനറ്റായിട്ടും ഭേദപ്പെട്ടാണ്. പണ്ട് നമ്മൾ ചൈന എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ എഡിറ്റിങ്ങിനെ തൊഴുതുകൊണ്ടിരിക്കുക, അങ്ങനെയല്ല, വ്യത്യാസമുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്കൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്. അത് പാകിസ്ഥാൻ നന്നായിട്ടറിയാം. അവർ നമ്മളെ ചീറ്റ് ചെയ്യും. ഒരു കാരണവശാലും ഒരു പരിപാടിയും വേണ്ട, ഇനി കാര്യങ്ങൾ ഇനി പഠിച്ചിട്ട് നിങ്ങളുടെ പെരുമാറ്റം കണ്ട ശേഷം തീരുമാനിക്കാം എന്നുള്ള ഇതിൽ സ്ട്രോങ് ആയിട്ട് നമ്മളെ PMO എല്ലാം നിൽക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ പുട്ടിനറിയാം ചതിയാണ്. പുട്ടിനെ ചതിച്ചു, അതുകൊണ്ടാണല്ലോ ഇതൊക്കെ സംഭവിച്ചത്. പുട്ടിൻ ഒരു പക്ഷേ അയാൾ വിചാരിച്ചാണ് പീസ് ടോക്കാണെങ്കിൽ നോക്കണ്ട, അവൻ ചതിച്ചു. അപ്പോൾ ഇനി പുട്ടിനെ പറ്റിക്കാൻ പറ്റില്ല. അത് നമ്മളെ ഇപ്പോൾ എവിടെ വാർ വന്നാലും, ഇപ്പോൾ ഈ യുക്രൈൻ റഷ്യൻ വാറിലൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചു. ഇന്ത്യ നമ്മൾ വി വെർ മോണിറ്ററിങ്. അതിന് നമ്മളിവിടെ തിങ്ക് ടാങ്ക്സ് ഒക്കെ ഉണ്ട്. ലോകത്തിൽ എവിടെ യുദ്ധം നടന്നാലും നമ്മളത് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്ത് അത് നമ്മുടെ ഇന്ത്യൻ സിനോറിയായിട്ട് കമ്പയർ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇത്ര ഉജ്ജ്വല വിജയമുണ്ടായത്. അപ്പോൾ അതേപോലെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഈ ട്രംപിനെ പറ്റിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു നിർത്താം, അത് വിട്ടുപോയി. അപ്പോൾ ട്രംപിനെ 3 പ്രാവശ്യം വധിക്കാൻ ശ്രമിച്ചു. ഈ സെയിം ലോബി MI6 ഉണ്ടെന്ന് ഞാൻ തറപ്പിച്ച് പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങേര് വന്നു കഴിഞ്ഞാൽ സ്റ്റാമറ എടുത്ത് അലക്കിയില്ലേ, തറയിലടിച്ചില്ലേ അവരുടെ പ്രൈം മിനിസ്റ്ററെ. ഇതൊക്കെ MI6 നേരത്തെ കണ്ട. അപ്പോൾ ഇയാൾ വരാൻ പാടില്ല എന്ന് പറഞ്ഞ് അത് അമേരിക്കയിലുള്ള ചില ഫോഴ്സസ് ഇട്ട് ചേർന്ന് അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ചു. ഇപ്പോഴും അദ്ദേഹത്തെ അവർ തട്ടിക്കളയും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങേര് നമ്മൾ പറയണ പോലെ ഒന്നും പോകുന്നില്ല. ഇയാൾ വാറുണ്ടാവാൻ സമ്മതിക്കുന്നില്ല. ഇയാൾ അവിടെ പീസ് ട്രീറ്റി ഒപ്പിടാൻ നിൽക്കുന്നു. ഇത് വല്ലാത്ത ശല്യമാണ്. ലെറ്റ് us റിമൂവ്. അത് ചെയ്തിട്ടുണ്ടല്ലോ USA കെനഡിയെ തട്ടിയത് അങ്ങനെയാണ്. അത് തന്നെ നമ്മളൊരു സെപ്പറേറ്റ് എപ്പിസോഡ് ചെയ്യേണ്ടി വരും. കെനഡിയെ തട്ടിയിട്ടുണ്ട്, റീഗനെ വെടിവെച്ചു, എന്നിട്ട് പറയാം ഏതോ ഒരു ഭ്രാന്തം വന്ന് വെടിവെച്ചെന്നൊക്കെ പറയാം. അത് നമ്മുടെ നാട്ടിലെ ചില ആളുകളെ അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ പ്രതികാരം ചെയ്യാൻ. അവന് ഭ്രാന്തായിരുന്നു. ഞാൻ 4 പ്രാവശ്യം അവനെ മെൻ്റൽ അസൈലത്തിൽ അഡ്മിറ്റ് ചെയ്ത കടലാസ് ഉണ്ടായിരുന്ന കോടതിയിൽ അവനെ വെറുതെ വിടുമല്ലോ. അല്ല, ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് ഫിനിഷ്ഡ്. അദ്ദേഹം എങ്ങനെയോ രക്ഷപ്പെട്ടതാണ്. പിന്നെ അപ്പം പിന്നെ പുട്ടിനെ ഫുഡിൽ കൂടെ അദ്ദേഹത്തിൻ്റെ ഫുഡ് വഴി പോയ്സൺ ചെയ്യാൻ ശ്രമിച്ചിരുന്നു ഈ അടുത്ത കാലത്ത്, 6-7 മാസം മുമ്പ്. അതൊക്കെ അവർ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചു. പുട്ടിൻ പഴയ KGB ഏജൻ്റ് അല്ലേ. പുട്ടിനെ ഇനി ഇതൊന്നും ഒന്നും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോൾ പിന്നെ ഈ ട്രംപിനെയും പുട്ടിനെയും ഈ ഗ്രൂപ്പ് ഈ കോക്കസ്, ഞാൻ നേരത്തെ പറഞ്ഞ ആ കോക്കസിന് അവരുടെ രീതിയിൽ കാര്യങ്ങൾ പോയില്ല എന്നുണ്ടെങ്കിൽ അവർ തട്ടിക്കളയും. വേൾഡ് ഹിസ്റ്ററിയിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ സംഭവിച്ചത് അങ്ങനെ. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാത്തിരുന്ന് കാണാം അതെന്താണ് പുട്ടിനും ട്രംപിനും സംഭവിക്കാൻ പോകുന്നത്.